11ാമത്തെ ശ്ലോകം. ശ്രീഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസു നഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. നത്വേവാഹം ജാതു നാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമാപായിനോ നിത്യാഃ താൻ തിതിക്ഷസ്വ ഭാരത. യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ. സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പത്തെ. നാസതോ വിദ്യത്തെ ഭാവഃ നാഭാവോ വിദ്യത്തെ സതഃ. ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. അവിനാശി തു തദ്വിദ്ധി യേന സർവമിദം തതം. വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അർജുനൻ തന്റെ ദുഃഖങ്ങള് ഭഗവാനോട് പറഞ്ഞു. ഇത് കേട്ട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസു നഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. അശോച്യാൻ ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ചേർത്ത് അന്വശോചഃ ത്വം ത്വം അന്വശോചഃ നീ ദുഃഖിക്കുന്നു. പ്രജ്ഞാവാദാംശ്ച ഭാഷസേ പ്രജ്ഞയുള്ളവന്റെ മാതിരി സംസാരിക്കുന്നു. ഗതാസൂൻ അഗതാസൂംശ്ച പ്രാണൻ പോയവരെക്കുറിച്ചും പ്രാണൻ പോകാത്തവരെക്കുറിച്ചും ഓർത്ത് ന അനുശോചന്തി ദുഃഖിക്കുന്നില്ല പണ്ഡിതാഃ പണ്ഡിതന്മാർ. ഇതാണ് ഭഗവാന്റെ ഉപദേശത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണിത്. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ എന്ന പ്രയോഗത്തിലെ അവസാനത്തെ ആ വാക്കാണ് പണ്ഡിതാഃ. പണ്ഡിതന്മാർ നാനുശോചന്തി, പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. അപ്പം ഇതിനകത്തൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. ഇവിടെ ഭഗവാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നു. പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല, പാണ്ഡിത്യമില്ലെങ്കിൽ ദുഃഖിക്കും എന്ന് സാരം. ഇത്രയേ ഉള്ളൂ. അപ്പം ദുഃഖനിവൃത്തി വരുവാൻ എന്താണ് മാർഗം? അപ്പം ദുഃഖം നിവൃത്തി വരുവാൻ ഭഗവാൻ പറഞ്ഞ ഒരേ ഒരു മാർഗം ഇതാണ്. നാനുശോചന്തി പണ്ഡിതാഃ, പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. അപ്പൊ നമ്മൾക്ക് ഇനിയിപ്പോ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. മുഴുവൻ ഭഗവത്ഗീതയുടെ ഉപദേശം ഇതാണ്. ദുഃഖത്തിന്റെ കാരണം പാണ്ഡിത്യമില്ലായ്മ. അപ്പൊ ദുഃഖ നിവൃത്തിക്ക് എന്താ വേണ്ടത്? പാണ്ഡിത്യം വരണം. അപ്പം ചുരുക്കത്തിൽ ഇപ്പോൾ എന്താണ് പാണ്ഡിത്യം, എന്താണ് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ദുഃഖം എന്ന് പറയുന്ന ഒരു വിഷയത്തെ അർജുനൻ അവതരിപ്പിച്ചു. അർജുനൻ പറഞ്ഞു, എനിക്ക് ദുഃഖമുണ്ട് ഭഗവാനെ. ആ ദുഃഖനിവൃത്തിക്ക് എന്താണ് ഒരു ഉപായം? ദുഃഖനിവൃത്തി ഉണ്ടെങ്കിലല്ലേ എനിക്ക് കർമ്മത്തിൽ ഉത്സാഹമുള്ളൂ. അപ്പൊ കർമ്മത്തിൽ എനിക്ക് ഉത്സാഹം ഉണ്ടാവണമെങ്കിൽ ദുഃഖനിവൃത്തി ഉണ്ടാവണം. അപ്പൊ ഇത് കേട്ടുടനെ ഭഗവാന് എന്നാല് നമുക്ക് സാധാരണഗതിയിൽ ഒരു ദുഃഖത്തെ കുറിച്ചുള്ള ഒരു സംശയം കൊണ്ട് ഒരാൾ വരിക എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അധികം ചിന്തിക്കാൻ പോകത്തില്ല ദുഃഖത്തിന്റെ മൂലകാരണം എന്താണ്, അതായത് ഇമ്മീഡിയറ്റ് കോസ് അതോ ഫണ്ടമെന്റൽ കോസ്, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് ഈ അടിസ്ഥാന കാരണം, ദുഃഖത്തിന് അടിസ്ഥാന കാരണം എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വിശകലനം ചെയ്തിട്ടുള്ള ഉപദേശങ്ങളൊന്നും സാധാരണ ഒരാൾ ദുഃഖിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പറയാറില്ലല്ലോ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഭഗവാന് ഈ ദുഃഖത്തെക്കുറിച്ചൊരു വിശകലനം തന്നെ അങ്ങ് ആരംഭിച്ചു. അതായത് ദുഃഖം എന്താണ്, അതിന്റെ സ്വരൂപം അല്ലെങ്കിൽ സ്വഭാവം, എന്തുകൊണ്ട്
എവിടെ നിന്നത് ഉദ്ഭവിക്കുന്നു, എങ്ങോട്ടേക്കാണ് അത് സംക്രമിക്കുന്നത്, എന്തിലാണത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ രണ്ടാമതായിട്ട് ആ ദുഃഖത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഉദ്ഭവിച്ചു വളർന്ന് കുറേശ്ശെയായിട്ട് ഇല്ലാതായിത്തീരുന്നതാണോ, ഒറ്റ രൂപത്തിൽ തന്നെ വന്നിട്ട് അതേ രൂപത്തിൽ തന്നെ അപ്രത്യക്ഷമാകുന്നതാണോ, നിത്യമായിട്ട് ഒരുവനിലേക്ക് പ്രവേശിച്ചിട്ട് ഒരുവനിലേക്ക് നിത്യമായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ദുഃഖത്തിനെ കുറിച്ചുള്ള ഫണ്ടമെന്റൽ കോസ്, അതിന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഒരു കുട്ടി കരയുന്നു, ഒരു ദുഃഖമാണത്. ആ ദുഃഖത്തിന് എന്താ പരിഹാരം? നിസ്സാരമായിരിക്കും. ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് വേണമായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന ദുഃഖ നിവൃത്തി ഉടൻ തന്നെ റിസൾട്ടായിട്ട് കിട്ടുന്നു. അപ്പൊ അങ്ങനത്തെയുള്ള ഒരു ദുഃഖമാണോ ഇവിടെ ഇപ്പൊ അർജുനൻ പ്രസന്റ് ചെയ്തിരിക്കുന്നതെന്നാ? യുദ്ധം ചെയ്യാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് എന്നെ ഇവിടുന്ന് വിട്ടേക്കും. അപ്പം അർജുൻ എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് പറഞ്ഞു വിട്ടു, അതോടുകൂടി തീരുന്ന ഒരു ദുഃഖമാണോ? അതാണോ ഭഗവാന് അവിടെ ഉപദേശിക്കാൻ പോകുന്നതെന്ന്? അപ്പൊ ഇവിടെ ഇപ്പോഴ് നമ്മൾ മുമ്പൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതായത് ദുഃഖത്തിന്റെ സ്ഥിതി എവിടെയാവും, ദുഃഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ഒന്ന്, ഭോക്താവ്, ജ്ഞാതാവ്, ദൃഷ്ടാവ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വ്യക്തി, അഹം, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. രണ്ടാമത്തേത്, ഞാനല്ലാതെ ഞാൻ കാണപ്പെടുന്നത്, ഞാൻ കേൾക്കപ്പെടുന്നത്, ഞാൻ സ്പർശിക്കുന്നത്, അതായത് എനിക്ക് ചുറ്റുമുള്ളത്, എന്റേത് എന്ന് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എന്റേതല്ലാത്തത് എന്ന് പറയുന്നത്, എന്റേത് ഞാനല്ലാത്തതെല്ലാം കൂടെ ചേർന്ന വിഷയ ലോകം, വിഷയ പ്രപഞ്ചം എന്ന് പറയുന്നതാണ് രണ്ടാമത്. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഒന്നും ഞാനല്ലാത്തത് എന്ന് പറയുന്ന രണ്ടും കൂടെ ചേർന്നതാണ് നമുക്ക് അറിയപ്പെടുന്നത്. മൂന്നാമത്തേതൊന്ന് ഭഗവാൻ എന്ന്, ഈശ്വരൻ എന്നുള്ളത് നമ്മുടെ സങ്കല്പത്തിലാണ്. ആ സങ്കല്പമാകട്ടെ നമ്മുടെ മനസ്സിലുമാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന, സങ്കല്പത്തിൽ നിൽക്കുന്ന ഈശ്വരനൊന്ന്, അതും ഞാനായിട്ടല്ല നിൽക്കുന്നത്, എന്റെ സങ്കല്പത്തിലാണ് നിൽക്കുന്നത്. സങ്കല്പം എന്ന് പറയുന്നത് മനസ്സിലാണ് നിൽക്കുന്നത്. അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് ഞാൻ അറിയുന്ന ഒന്നായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വല്ലാത്തൊരു ഞാനാണത്, അല്ലാതെ നമുക്കറിയാവുന്ന ഒരു ഞാനല്ല. വിചാരം ചെയ്ത് മനസ്സിലാക്കേണ്ടതായ ഒരു ഞാനാണ് ഇവിടുത്തെ ഞാന്, അല്ലാതെ നമുക്ക് അവിചാരസിദ്ധമായിട്ട് ലഭിച്ചിരിക്കുന്ന ഞാനെന്ന് പറയുന്ന ഞാനല്ല ആ ഞാൻ. അത് ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പം രണ്ടായിട്ട് എടുക്കാം. അതിലൊന്നെന്ന് പറയുന്നത് ജ്ഞാതാവ്, അറിയുന്നവൻ. രണ്ട്, ജ്ഞേയം, അറിയപ്പെടുന്നത്. അപ്പൊ ജ്ഞേയം എന്ന് പറയുന്നത് ദുഃഖം ജ്ഞേയമാണോ അതോ ജ്ഞേയത്തിൽ സ്ഥിതി ചെയ്യുന്നതാണോ ദുഃഖം? ദുഃഖം ജ്ഞേയമാണ്, കാരണം അറിയപ്പെടുന്നതാണ് ദുഃഖം. ഞാൻ അറിയുന്നു എനിക്ക് ദുഃഖമുണ്ടെന്ന്, ഞാൻ അറിയുന്നു മറ്റൊരാൾക്ക് ദുഃഖമുണ്ടെന്ന്. അപ്പോൾ എന്റെ അറിവിന് വിഷയമാണ് ദുഃഖം. അതുകൊണ്ട് അത് എനിക്കൊരു വിഷയമായിട്ട് പെടുത്താൻ പറ്റുമോ? ദുഃഖം ഒരു വിഷയമാകുന്നു. അപ്പൊ വിഷയത്തിന്റെ നിർവചനമുണ്ട്. വിഷയമെന്ന് പറയുന്നത് സുഖദുഃഖങ്ങൾ നൽകുന്ന സ്പർശത്താൽ, ദർശനത്താൽ തുടങ്ങിയിട്ടുള്ള രീതിയിൽ ഇന്ദ്രിയ വിഷയ സംയോഗത്താൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണല്ലോ പ്രമാണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ സുഖദുഃഖങ്ങൾ ജനിപ്പിക്കുന്നത്, ഈ ഭോക്താവിന് സുഖദുഃഖങ്ങൾ ജനിപ്പിക്കുവാൻ കാരണമായിട്ട് നിൽക്കുന്നത് എന്തോ അതാവുന്നു വിഷയം. അപ്പൊ ഭോക്താവിനെ സന്തോഷിപ്പിക്കാൻ കാരണമായിട്ട് നിൽക്കുന്നത് വിഷയമാകുന്നു, ഭോക്താവിനെ ദുഃഖിപ്പിക്കുവാൻ കാരണമായിട്ട് നിൽക്കുന്നതും വിഷയമാകുന്നു. അങ്ങനെ വന്നാൽ ദുഃഖം ഒരു വിഷയമാവുന്നില്ല, പകരം ഒരു വിഷയത്തിനാൽ ദുഃഖം ഉണ്ടാകുകയാണ് ചെയ്തത്. അപ്പം വിഷയം എന്നിവിടെ നമ്മൾ പറയുമ്പോൾ ഒബ്ജക്ട്സ് എന്നുള്ള അർത്ഥം, അതായത് വിഷയം എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്ട് മാറ്റർ എന്നുള്ള രീതിയിലല്ല വിഷയം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. പകരം വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ വിഷയ സംയോഗത്താൽ നമ്മൾ ഒന്നിനെ കണ്ടു കഴിയുമ്പോൾ രൂപം ഒരു വിഷയമാകുന്നു, കാഴ്ച ഈ വിഷയ ഇന്ദ്രിയ സംയോഗത്താൽ ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ. ആ വസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചയുണ്ടാകും. പിന്നെ ശബ്ദം ഒരു വിഷയമാകുന്നു. ഒരു പാട്ട് നമ്മൾ കേട്ടു, പാട്ട് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. പാട്ട് കേട്ട് സന്തോഷമുണ്ടായി, പാട്ട് കേട്ടു, അതിന്റെ അർത്ഥം കേട്ടു, അർത്ഥം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദുഃഖമുണ്ടായി. അപ്പൊ ഇവിടെ ആ പാട്ട് എന്ന് പറയുന്ന വിഷയം നമ്മുടെ അന്ധക്കരണത്തിൽ സൃഷ്ടിച്ച ഒരു വികാരമാകുന്നു ദുഃഖം. അല്ലെങ്കിൽ പാട്ട് എന്ന് പറയുന്ന ഒരു വിഷയത്തിനാൽ അന്ധക്കരണത്തിൽ സംജാതമായ ഒരു വൃത്തിവിശേഷമാകുന്നു ദുഃഖം. അതാണ്. അപ്പോൾ അന്ധക്കരണത്തിന്റെ ഒരു രൂപാന്തരപ്രാപ്തി, അന്ധക്കരണത്തിന്റെ ഒരു രൂപമാറ്റമാണ് ദുഃഖം. അന്ധക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് വേറൊന്നുമല്ല. മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം എല്ലാത്തിനെയും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു സംഘാതത്തിനെയാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. അപ്പൊ അന്ധക്കരണത്തിന് ഒരു രൂപമാറ്റമുണ്ടായി.
അന്ധക്കരണത്തിനൊരു രൂപമാറ്റം ഉണ്ടായെങ്കിൽ ആ രൂപമാറ്റം മുമ്പില്ലാതിരുന്ന ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്കാണല്ലോ വന്നത്. അതുകൊണ്ടാണല്ലോ രൂപമാറ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ അന്ധക്കരണത്തിന്റെ അല്ലാത്തതായ ഒരു സ്വഭാവത്തെ, അന്ധക്കരണത്തിൽ ഇല്ലാത്തതായ എന്തോ ഒന്ന് ആ അന്ധക്കരണത്തിൽ വന്നു. അതിനെയാണല്ലോ ദുഃഖം എന്ന് പറയുന്നത്. ആ വന്നത് ഇഷ്ടമെന്നതിലോ അനിഷ്ടമെന്നതിലോ പെടുത്താൻ പറ്റുമോ എന്നാണ്. അനിഷ്ടമെന്നുള്ളതിൽ പെടുത്തിയത് കൊണ്ടാണല്ലോ അതിനെ ദുഃഖം എന്ന് പറയുന്നത്. ഇഷ്ടമെന്നുള്ളതിൽ പെടുത്തിയിരുന്നുവെങ്കിൽ അത് സുഖമായിട്ട് മാറിയേനെ. അപ്പോൾ അന്ധക്കരണത്തിൽ അനിഷ്ടമെന്ന് പറയുന്നതോട് ചേർന്നതായി നിൽക്കുന്ന ഒരു വൃത്തി, അല്ലെങ്കിൽ അനിഷ്ടം എന്നത് ജനിപ്പിച്ചതായ ഒരു വൃത്തിവിശേഷമാണ് അവിടെ സംജാതമായത്. ആ വൃത്തിവിശേഷം അനിഷ്ടത്തിന്റെ സംയോഗത്താൽ, അനിഷ്ടവൃത്തിയുടെ ആവിർഭാവത്താൽ അന്ധക്കരണത്തിന് ഉണ്ടായ ഒരു രൂപമാറ്റം. ആ മാറ്റവും ഒരു വൃത്തി തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെയാണ് പറയുന്നത് ദുഃഖവൃത്തി സംജാതമായി. അപ്പൊ ഇപ്പൊ നിൽക്കുന്ന വൃത്തി എന്താണെന്ന്, അന്ധക്കരണത്തിന് ദുഃഖവൃത്തി ഉണ്ടായി. അപ്പൊ അന്ധക്കരണത്തിന്റെ രൂപമാറ്റമാണ് ദുഃഖവൃത്തി. ആ അന്ധക്കരണത്തിന്റെ രൂപമാറ്റമായ ദുഃഖവൃത്തിയെ അറിയുന്നവനായിട്ട് നിൽക്കുന്നതാണ് ജ്ഞാത എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ വ്യത്യാസം. ആ അന്ധക്കരണത്തിന്റെ രൂപമാറ്റമാകുന്ന ദുഃഖവൃത്തിയെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്ഞാതാവ് അന്ധക്കരണത്തിന്റെ രൂപമാറ്റമായ ദുഃഖത്തിന് കാരണമായ വിഷയമായിട്ട് നിൽക്കുന്ന ഔട്ട്സൈഡ് വേർഡ് നിൽക്കുന്ന വിഷയം എന്ന് പറയുന്നു. അപ്പോൾ ആ വിഷയം സ്ഥൂല പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വിഷയം, അത് സൂക്ഷ്മഭൂത പ്രപഞ്ചമായ മനസ്സിലേക്ക് സംക്രമിച്ചപ്പോൾ വിഷയ സംക്രമണം എന്ന് പറയും. വിഷയം, ബാഹ്യ വിഷയം അന്തർവിഷയമായിട്ട് മാറി. പുറത്തുള്ള വസ്തു അകത്തുള്ള വസ്തുവായിട്ട് മാറി. സ്ഥൂലഭൂതത്തിൽ നിന്ന് അത് സൂക്ഷ്മഭൂതത്തിന്റെ തലത്തിലേക്ക് മാറി. ഇങ്ങനെ മാറ്റപ്പെട്ടപ്പോൾ ആ മാറ്റപ്പെട്ടതിനനുസരിച്ച് ആ വിഷയത്തിന്റെ ആവിർഭാവത്താൽ അന്ധക്കരണത്തിന് രൂപമാറ്റം ഉണ്ടാകുകയും ആ രൂപമാറ്റം ജ്ഞാതാവായിട്ട് നിൽക്കുന്ന ഭോക്താവിന് അവിടെ സ്വീകാര്യമോ അസ്വീകാര്യമോ എന്നുള്ള തലത്തിലേക്ക് വന്നു. അപ്പോൾ അത് സ്വീകാര്യമാണെങ്കിൽ പ്രിയമെന്നുള്ളതിലേക്കും വന്നു, അസ്വീകാര്യമാണെങ്കിൽ അപ്രിയമെന്നതിലേക്കും വന്നു. അതായത് സ്വീകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത്, എനിക്ക് സുഖം നൽകുന്നത്, എനിക്ക് ഇഷ്ടമുള്ളത്, എനിക്ക് ലാഭമുണ്ടാക്കുന്നത്, ഇപ്രകാരം ഭോക്താവിന് അല്ലെങ്കിൽ ജ്ഞാതാവിന് അധികം നൽകുന്നതായ, ഉത്കൃഷ്ടമാക്കുന്നതായ ഒന്നാണ് എങ്കിൽ അത് പ്രിയത്തിന്റെ വിഭാഗത്തിലേക്ക് വിടുന്നു. അതേസമയം ഈ ജ്ഞാതാവിനെ അഥവാ ഭോക്താവിന് നഷ്ടം വരുത്തുന്നതായ, ദുരിതത്തിലേക്ക് വീഴ്ത്തുന്നതായ ഒന്ന് എന്ന് പറയുന്നത് അപ്രിയത്തിലേക്ക് വരുന്നു. അപ്പോൾ അന്ധക്കരണത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ ആ വിഷയം ഇപ്പോൾ ബാഹ്യവിഷയം അന്ധക്കരണത്തിൽ അത് വൃത്തിവിശേഷമായിട്ട് വന്നപ്പോൾ അന്ധക്കരണത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ വിഷയമായി മാറി. ആ വൃത്തിവിശേഷം ഇവിടെ ഇപ്പോൾ പ്രിയവൃത്തിയെയാണ് ജനിപ്പിക്കുന്നതെങ്കിൽ സുഖവൃത്തിയായിട്ട് അത് മാറുന്നു. അപ്രിയവൃത്തിയാണ് ജനിപ്പിക്കുന്നതെങ്കിൽ അത് ദുഃഖവൃത്തിയായിട്ട് മാറുന്നു. അപ്രിയം അസ്വീകാര്യം, അതിനാൽ ത്യാജ്യം എന്നുള്ളതിലേക്ക് വന്നു. പ്രിയം സ്വീകാര്യം, അതിനാല് അത് എന്നാല് സേവിതവ്യം എന്നതിലേക്ക് വന്നു. എനിക്ക് സേവിക്കേണ്ടതാകുന്നു. അപ്പോൾ പ്രിയത്തെ കണ്ടിട്ട് അത് സുഖം ജനിപ്പിക്കുന്നതിനാൽ സേവിക്കുവാൻ വെമ്പൽ കൊള്ളുന്നവനായിട്ട് ഭോക്താവ് മാറുന്നു. അപ്രിയത്തെ കണ്ടിട്ട് അത് എന്നാൽ ത്യജിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിൽ അത് ഉപേക്ഷിക്കുവാന്നതിന് വേണ്ടിയിട്ട് ആ വിഷയ വിമുഖത കാണിക്കുന്നവനായിട്ട്, ആ അപ്രിയം സൃഷ്ടിച്ച വസ്തുവിനോട് വിമുഖത കാണിക്കുന്നവനായിട്ട് മാറുന്നവനായിട്ട് ഈ ഭോക്താവ് അല്ലെങ്കിൽ ഈ ജ്ഞാതാവ് ഇവിടെ മാറി. ഇവിടെ ഭോക്താവെന്നും ജ്ഞാതാവെന്നും ഒന്നിനെ തന്നെ പറയുന്നു. വ്യത്യാസങ്ങൾ നമുക്ക് പിന്നീട് കാണാം. ചുരുക്കത്തിൽ എന്ന് പറഞ്ഞാൽ വ്യക്തിയാണ് ഈ ഭോക്താവായിട്ടും ജ്ഞാതാവായിട്ടും നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഭോക്താവും ജ്ഞാതാവായിട്ട് നിൽക്കുന്നു? കർത്താവിനെ കൂടെ പെടുത്തിക്കൂടെ എന്ന്. കാരണം ഇവിടെ ഇപ്പോൾ കർത്താവ് വരുന്നില്ല. കാരണം ഭോക്താവും ജ്ഞാതാവും എന്നുള്ള തരത്തിലാണ് ഇത് നിൽക്കുന്നത്. കർത്താവിനാലാണല്ലോ വിഷയങ്ങള് അത് കർമ്മഫല ഭോഗത്തിനായിട്ട് അന്ധക്കരണത്തിലേക്ക് ഭോഗ്യരൂപത്തിൽ പ്രവേശിച്ചത്. അപ്പോൾ വിഷയങ്ങൾ ഭോഗ്യരൂപത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അതോടുകൂടി ഇവിടെ ഭോക്താവാണ് നിൽക്കുന്നത്. പിന്നെ കർത്താവിന്റെ ആവശ്യമില്ല. അതിനാൽ ആ കർത്താവ് അല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആ ഭോക്താവ് ഇവിടെ പറയുകയാണ്, ഞാന് കാണുന്നത് എന്റെ അന്ധക്കരണത്തിൽ സംജാതമായിരിക്കുന്നത് ദുഃഖവൃത്തികളാണ്. ആ ദുഃഖവൃത്തികളെ എനിക്ക് ഉപേക്ഷിക്കേണ്ടതാണ്. എനിക്ക് അപ്രിയമുള്ളതാണ്, എനിക്ക് അനിഷ്ടമാണ്, എനിക്ക് ആവശ്യമില്ലാത്തത്.
അപ്പൊ ഇവിടെ ഭഗവാന്റെ അടുത്ത് അർജുനൻ എന്താ ആവശ്യപ്പെടുന്നത്? ദുഃഖ നിവൃത്തി എനിക്ക് നൽകിയാലും ഭഗവാൻ എന്നാണ് പറയുന്നത്. അല്ലാതെ ഭീഷ്മദ്രോണാദികളുടെ ആയുസ് നീട്ടിക്കൊടുത്താലും ഭഗവാൻ എന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ എന്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെ ആയുസ് നീട്ടിക്കൊടുക്കണേ ഭഗവാനെ, അവരാരും എന്നാൽ കൊല്ലപ്പെടരുതേ, അവരെ അങ്ങ് പരാജയപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞാമല്ലോ. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഭഗവാന്റെ അടുത്ത് ഇപ്പൊ നമ്മള് ഭഗവാനെ കണ്ടു കഴിയുമ്പോൾ ഭഗവാനെ നിർനിമേഷമായി നിൽക്കുന്നേത്രമേ ഭാഗ്യാലിത നിന്നിലേക്കൊഴുകുന്നു സച്ചിദാനന്ദാമൃതം, ഇങ്ങനെയാണല്ലോ. അതായത് ഭഗവാൻ ഒന്ന് ആവിർഭവിച്ചു, ഭഗവാൻ ഒന്ന് പ്രത്യക്ഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താ പറയുന്നത്? അതാ ഭഗവാൻ എന്റെ അടുത്തേക്ക് അടുത്തു വരുന്നു എന്ന് പറഞ്ഞ ആനന്ദാതിരേകമാണ് ഉണ്ടാകുന്നത്. നിർനിമേഷമായി നിൽക്കുന്നേത്രമേ, അതായത് കണ്ണു ചിമ്മാതെ നിൽക്കുകയാണ് ഭഗവാനെ കാണാനുള്ള ആഗ്രഹം. എന്റെ അടുത്തേക്ക് വരണേ, അടുത്തടുത്തേക്ക് വരും തോറും ആ സന്തോഷം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഈ രംഗം ഭഗവാനും അർജുനനും കൂടെ ഇരിക്കുന്ന ആ തേര് ശത്രുപക്ഷത്തായിട്ടെന്ന രീതിയിൽ നിൽക്കുന്ന കൗരവസേനയുടെ മധ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ കൗരവ പടയാളിയും ഓരോ ദുര്യോധനാദികൾ എന്ന് പറയുന്ന ഓരോ ധാർത്തരാഷ്ട്രന്മാരും ഇവരെല്ലാവരും ഇങ്ങനെയാണോ പറയുന്നത്? നിർനിമേഷമായി നിൽക്കുന്നേത്രമേ ഭാഗ്യാലിത നിന്നിലേക്കൊഴുകുന്നു സച്ചിദാനന്ദാമൃതം എന്നാണോ പറയുന്നത്? കാരണം ഭഗവാൻ തന്നെയല്ലേ വരുന്നത്. അവിടെ എന്ന് പറയുന്നത് രണ്ടു തരത്തിലാണ്. ഇതാ കാലോസ്മി ലോകക്ഷേകൃത് പ്രവൃത്തക എന്ന് പറയുന്നത് മാതിരിയുള്ള ആ ഒരു ഭഗവാന്റെ ഇവിടുത്തെ പ്രവേശത്താല് ഭീഷോസ്മയതി ഭീഷാത് വാതഫ് പവതേ തുടങ്ങിയിട്ടുള്ള രീതിയിൽ ഭഗവാനെ കണ്ടിട്ട് ഭയം ജനിപ്പിക്കുന്നവനായിട്ട് ഓടിപ്പോകുന്ന തരത്തിലുള്ള ആൾക്കാരാവാം അവിടെ നിൽക്കുന്നത്. അതല്ലാത്ത പക്ഷം എന്ന് പറയുന്നത് ഇതാ എന്റെ ശത്രു വരുന്നു, ഇവനാൽ ഞാൻ ഹരിക്കപ്പെടും, അതിനാൽ ഇവനെ ഞാൻ ഹരിക്കേണ്ടതാകുന്നു എന്നുള്ള ശത്രുബുദ്ധിയോടുകൂടിയുമാവും. അവിടെ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാനൊരു ശത്രു എന്നില്ല, പകരം എന്റെ നാശത്തിന് കാരണമായിട്ട് നിൽക്കുന്നത് എന്നാൽ നശിപ്പിക്കപ്പെടേണ്ടതായിരിക്കുന്നു എന്ന ബുദ്ധിയിലാണ്. അപ്പോൾ ഭഗവാൻ തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മളെ നശിപ്പിക്കുന്ന തരത്തിലെന്നുള്ള ബുദ്ധി നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭഗവാനെ ശത്രുഭാവത്തിൽ കണ്ട് വിരോധിക്കുവാൻ മാത്രമേ നമ്മുടെ ബുദ്ധി പോകത്തുള്ളൂ. ഒരിക്കലും ഭഗവാനെ കണ്ടിട്ട് ഇതാ എന്നിലേക്ക് ഒഴുകുന്നു സച്ചിദാനന്ദാമൃതം എന്ന് പറയത്തില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ചില പോയിന്റുകളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഭഗവാനെ എവിടെ വെച്ച് ആർക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരുടെ പാപങ്ങളെല്ലാം നശിച്ചിട്ട് പിന്നെ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് അവരങ്ങനെ ഭജിക്കുമെന്ന്. അങ്ങനെയല്ല. ഭജിക്കാൻ സാധിക്കുന്ന ഭക്തന്മാർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവര് ആ ഭഗവാനെ തന്നെ ശത്രുവായിട്ട് കാണും. എന്നിട്ട് ഭഗവാനോട് തന്നെ യുദ്ധപ്രഖ്യാപനം നടത്തും. പിന്നെ ഭഗവാനെ അവരുടെ കാര്യം നോക്കിക്കോളും. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം. അപ്പൊ ഇത് സന്ദർഭവശാൽ പറഞ്ഞുള്ളത് ഭഗവാന്റെ പല മഹിമകളിൽ ഒരു മഹിമയാണിത്. അതായത് തന്റെ രഹസ്യം അത് ഭക്തന്മാർക്കല്ലാതെ മറ്റാർക്കും വെളിപ്പെടുത്തി കൊടുക്കത്തില്ല എന്നുള്ളത്. വേറൊന്നുകൂടെ നമുക്ക് കാണാം. ഇവിടെ സന്ദർഭവശാൽ പെട്ടെന്ന് ഓർത്തത് കൊണ്ട് പറയുന്നതാണ്. അതായത് അന്നത്തെ കാലത്ത് ജാതി, ആ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗത്തില് സൂതൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഒരു അപകർഷതയ്ക്ക് കാരണമാകുന്നു എന്നുള്ളത് കൊണ്ട് ആ സൂതപുത്രൻ എന്ന വിളി കേട്ടിട്ട് കർണന് അത്യധികം നൊമ്പരമുണ്ടായി. അതായത് സൂതൻ എന്നറിയപ്പെടുവാൻ ആഗ്രഹിക്കാത്തവനായിരുന്നു കർണൻ. സൂതൻ എന്ന് പറഞ്ഞാൽ തേരാളി എന്നേ ഉള്ളൂ. അതായത് തേര് തെളിക്കുന്നവർക്ക് അന്നത്തെ ഒഫീഷ്യൽ നെയിമാണ്, സ്ഥാനപ്പേരാണ് സൂതൻ എന്നുള്ളത്. അപ്പം പിന്നെ അന്നത്തെ കാലത്ത് പാരമ്പര്യമായിട്ട് ജോലി കിട്ടുന്നതിനാൽ അത് പിന്നെ പാരമ്പര്യമായിട്ട് അച്ഛൻ സൂതനെങ്കിൽ മകൻ സൂതൻ, ആ തരത്തിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്രകാരം സൂതൻ എന്ന് വിളിച്ച് തന്നെ ആക്ഷേപിച്ച പാഞ്ചാലിയോടുള്ള വിരോധം കർണന്റെ മനസ്സിലുണ്ട്. പാണ്ഡവരോടുള്ള അർജുനൻ തുടങ്ങിയിട്ടുള്ള പാണ്ഡവരോടുള്ള വിരോധമുണ്ട്. ഇപ്പോൾ ഈ വിരോധങ്ങളുടെ മുഴുവൻ മധ്യത്തിൽ നിൽക്കുന്ന കർണന് ആ വിരോധത്താൽ, ആ സൂത ശബ്ദശ്രവണം കൊണ്ടുണ്ടായ വിരോധത്താൽ അത്യധികം കുപിതനായിട്ട് ദുര്യോധനന്റെ സേവകനായിട്ട് മാറി എന്നുള്ളത് ആ ഒറ്റ കാരണം കൊണ്ട് ദുര്യോധനന്റെ സേവകനായിട്ട് മാറുകയും ആ ദുര്യോധനന് വേണ്ടിയിട്ട് ഏത് പ്രവൃത്തി ചെയ്യുവാനും വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തവനായിട്ട് മാറി. അതായത് ഇത്രയേ ഉള്ളൂ, തന്റെ മാനം രക്ഷിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ, അത് ആ ബാല്യത്തില് ഒറ്റ കാരണത്താൽ പടച്ചട്ടകൾ പോലും മുറിച്ചു മാറ്റപ്പെട്ടിട്ടാണെങ്കിൽ പോലും ആ ദുര്യോധനന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ, പ്രാണൻ ത്യജിച്ചും യുദ്ധം ചെയ്യാൻ മാറിയത് കർണന് ഈ ഒറ്റ കാരണത്താലാണ്. സൂത ശബ്ദം അത്രയ്ക്ക് അരോചകമായിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ,
കർണൻ ഏതൊന്നിനെയാണോ വെറുത്തത്, ആ സൂതൻ ആയിട്ട് ഇവിടെ സാക്ഷാൽ ഭഗവാൻ മുമ്പിൽ വന്ന്, ഭഗവാൻ തന്നെ ഇവിടെ അർജുനന് തേരാളിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അതായത് സൂതൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ല എന്ന്. അതാണ് ഭഗവാന്റെ മഹിമ. അർജുനന്റെ മുന്നിൽ അർജുനന്റെ സൂതനായിട്ട് വരുന്ന ഭഗവാന് ഒരിക്കലും അവിടെ ഒരു അപകർഷതയുണ്ടായില്ല. കാരണം ഞാൻ ഈ സമസ്ത പ്രപഞ്ചത്തിന്റെയും നാഥനായ ഞാൻ ഒരു സേവകനായിട്ട്, ഒരു അർജുനന്റെ സേവകനായിട്ട്, അർജുനൻ എന്ന് പറഞ്ഞാൽ രാജാവ് പോലുമല്ല, ഒരു രാജാവിന്റെ സഹോദരൻ എന്ന സ്ഥാനം മാത്രമേ ഉള്ളൂ. പിന്നെ സഹോദരി ഭർത്താവ് അങ്ങനെ ഒരു സ്ഥാനമുണ്ട്, പിന്നെ സുഹൃത്ത് അങ്ങനെ ഒരു സ്ഥാനമുണ്ട്. എങ്കിൽ കൂടിയും ലോക ചക്രവർത്തിമാർക്കൊന്നും സഹോദരിയുടെ ഭർത്താവെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അതേമാതിരിയുള്ള സ്ഥാനങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കത്തില്ല. അവരുടെ മഹിമ ഒരല്പം ഒന്ന് ഇടിഞ്ഞു താഴുന്ന ഒരു തരത്തിലുള്ള ഒരു സന്ദർഭത്തിലും അവരിടപെടുവാൻ താല്പര്യപ്പെടത്തില്ല. പക്ഷെ ഇവിടെ ഭഗവാനാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഭഗവാൻ ഇവിടെ സ്വയം സൂതനായിട്ട് ആ കർണന്റെ മുന്നിൽ ഒരു ഉത്തരമായിട്ട് മാറി. കർണന്റെ ചോദ്യം അതായിരുന്നു, സൂതനായിട്ട് എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ എന്ന്. ഭഗവാൻ അവിടെ ആ കർണനൊരു ഉത്തരമായിട്ട് കൊടുത്തു. സൂതനായിട്ട് ആ അത്യധികം മഹത്വപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ഭഗവാൻ അർജുനന്റെ സൂതനായിട്ട് നിന്ന് ആ ഭഗവത്ഗീത ഉപദേശത്തിലൂടെ അത് ലോകപ്രസിദ്ധമായിട്ട് മാറി എന്നുള്ളത്. ഇന്ന് ഇപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഗീതോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂതനായിട്ട് ചമ്മട്ടിയും കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ ചിത്രം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമായിട്ട് മാറി. അതിലൂടെ ഭഗവാന്റെ മഹിമയെ വർദ്ധിച്ചുള്ളൂ. ഭഗവാൻ ഒരിക്കലും ഒരു കുറവുണ്ടായില്ല. അപ്പൊ ഇതൊക്കെ സന്ദർഭവശാൽ നമ്മൾ വിചാരം ചെയ്തു പോകേണ്ടതാണ്. കാരണം പ്രവൃത്തി അല്ല ഒരു മനുഷ്യന് ഉച്ചനീചത്വങ്ങൾ നൽകുന്നത്. അതാണ് ഇതിനകത്തെ തത്വം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ, ആ ദുഃഖത്തിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പൊ ദുഃഖം നിൽക്കുന്നത് വിഷയത്തിലാണോ അതോ വ്യക്തിയിലാണോ ദുഃഖം നിൽക്കുന്നതെന്ന്? വ്യക്തി എന്ന് പറയുന്ന ജ്ഞാതാവ് അറിയുന്നതാണ് ദുഃഖം, അല്ലെങ്കിൽ ഭോക്താവ് അനുഭവിക്കുന്നതാണ് ദുഃഖം. അല്ലാതെ ഭോക്താവിൽ സ്ഥിരപ്രതിഷ്ഠമായ, ഭോക്താവിൽ തന്നെത്താൻ അസ്തമിക്കുന്ന ഒന്നല്ല, വിഷയങ്ങളാൽ ജനിച്ച് അസ്തമിക്കുന്ന ഒന്നാണ് ദുഃഖം. അതുകൊണ്ട് ഭോക്താവ് ദുഃഖത്തിന്റെ പ്രതിഷ്ഠയ സ്ഥലമല്ല, കേന്ദ്രമല്ല. രണ്ടാമത്തേത്, ഈ ദുഃഖം ഉണ്ടായിരിക്കുന്നത് വിഷയത്തിലാണ്. അതാണ് അടുത്ത ചോദ്യം. വിഷയത്തിലാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും എല്ലാമാണല്ലോ വിഷയം. നമ്മൾ ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ ആള് വിഷയമാണ്. ആ ആള് പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ആ കേട്ടതും വിഷയമാണ്. കേട്ടതിലൊരു വിഷയമുണ്ട് എന്നുള്ളതല്ല, കേട്ടത് തന്നെ വിഷയമാണ്. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും ഒക്കെ വിഷയം തന്നെയാണ്. ഇന്ദ്രിയങ്ങളുടെ മുന്നിൽ എന്തൊക്കെ വരുന്നു അത് വിഷയമാണ്. ഇത്രയേ ഉള്ളൂ വിഷയത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള വിഷയത്തില് ശബ്ദത്തിൽ ദുഃഖമുണ്ടോ എന്ന്. അപ്പൊ ശബ്ദത്തിൽ ദുഃഖമുണ്ടോ, രൂപത്തിൽ ദുഃഖമുണ്ടോ? നമ്മളൊരു രൂപം കണ്ടു, അതിനകത്താണോ ദുഃഖം ഇരിക്കുന്നത്? അത് കാരണം നമ്മുടെ അന്ധക്കരണത്തിൽ ദുഃഖമുണ്ടാകുകയാണോ? നമ്മൾ കണ്ട രൂപം നമ്മുടെ അന്ധക്കരണത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, കണ്ടു അത് പോയി. അതായത് നമ്മൾ നടന്നു പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ അതിദയനീയമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആ കാഴ്ച കണ്ടിട്ട് നമുക്ക് ദുഃഖമുണ്ടായി. എന്നിട്ട് ആ ദുഃഖത്തോടുകൂടി നമ്മൾ കടന്നു പോവുകയും ചെയ്തു. അപ്പൊ അവിടെ ഇരുന്ന വ്യക്തിയുടെ ആ ദയനീയമായ ആ ചിത്രം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ട് ദുഃഖമുണ്ടായപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നമ്മിലേക്ക് സംക്രമിക്കപ്പെട്ടതാണോ ദുഃഖം? അതോ ആ വ്യക്തിയെ നിമിത്തമാക്കിക്കൊണ്ട് മനസ്സിൽ സ്വയമേവ സംജാതമായതാണോ ദുഃഖം? വ്യക്തി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തിയിൽ നിന്ന് നമ്മളിലേക്ക് സംക്രമിച്ചതാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് സംക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്നും ദുഃഖത്തിന്റെ കുറവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആ വ്യക്തി അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഒരു യൂണിറ്റ് ദുഃഖമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു 10 യൂണിറ്റ് ദുഃഖമുണ്ടായിരുന്നു. 10 പേര് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ യൂണിറ്റുകളെല്ലാം തീർന്ന് അവസാനം ദുഃഖമില്ലാത്തവനായിട്ട് ആ വ്യക്തി അവിടെ ഇരിക്കണം. പക്ഷെ അതല്ല, ആ വ്യക്തി അവിടെ ഇരിക്കുന്നത് ദയനീയമായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ദുഃഖിതനായിട്ടാണ് ഇരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് ആ വ്യക്തിയോട് ചോദിച്ചാൽ അറിയാൻ പറ്റത്തുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ പ്രാകൃതനായിട്ടിരിക്കുന്നു, പക്ഷേ നമുക്കറിയാൻ പറ്റത്തില്ല ആ വ്യക്തിയുടെ അന്ധക്കരണത്തിന്റെ സ്ഥിതി ഇപ്പൊ എന്താണെന്നുള്ളത്. അതൊരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാകൃതത്വം കാണിച്ചത് നമുക്ക് ഈ റിയാലിറ്റി ഷോ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒളി ക്യാമറ വെച്ചുകൊണ്ട് ആൾക്കാരുടെ പെരുമാറ്റം, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരുടെ പെരുമാറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രംഗവും കൂടെ ആയിരിക്കും, ചിത്രീകരണം നടക്കുന്നതായിരിക്കാം, നമുക്കറിയില്ല. അവിടെ ഇരിക്കുമ്പോൾ ആ ദുഃഖിതനായിട്ടെന്നുള്ള ഭാവത്തിലിരിക്കുന്ന വ്യക്തിയുടെ അന്ധക്കരണത്തിനകത്ത് നടക്കുന്ന ചിത്തവൃത്തികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദുഃഖമല്ല, അത് മറ്റെന്തോ.
അപ്പൊ അതുകൊണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പക്ഷെ ഈ ആ രംഗം കണ്ട് നമുക്കിതൊന്നും അറിയാതെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ രംഗം കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ ദുഃഖമുണ്ടായെങ്കിൽ തീർച്ചയായും ഈ വ്യക്തി, ദുഃഖിക്കാത്തതായ ആ വ്യക്തി അല്ലെങ്കിൽ ദുഃഖിക്കുന്നതായ ആ വ്യക്തി എന്തുവാവട്ടെ, പക്ഷെ വ്യക്തിയിൽ നിന്നും ദുഃഖം നമ്മളിലേക്ക് ജനിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വ്യക്തിയിലല്ലല്ലോ, വ്യക്തിയാണ് നമ്മൾ കണ്ടത്, വ്യക്തിയിൽ ഇരിക്കുന്നതല്ലല്ലോ ദുഃഖം. അതേമാതിരി നമ്മുടെ അന്ധക്കരണത്തിൽ സംജാതമായത് എന്ന് പറയുന്നത് അത് എന്നിലിരിക്കുന്നതാണ് എന്നും പറയാൻ പറ്റത്തില്ല, കാരണം മുമ്പ് അതില്ലായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ദുഃഖത്തിന്റെ ഉത്പത്തി എവിടുന്നാണ്, ഉത്പത്തി എന്ന് പറയുന്നത് പോലെ തന്നെ അതിന്റെ സംക്രമണം എങ്ങനെയാണ്, അതേമാതിരി അതിന്റെ പ്രതിഷ്ഠ എന്തിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു വരുമ്പോൾ നമ്മളിപ്പോൾ ദുഃഖത്തിന്റെ എന്താണ് ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നതാണോ ചിന്തിക്കേണ്ടത്, അതോ ഫണ്ടമെന്റൽ കോസ് എന്ന് പറയുന്നതാണോ ചിന്തിക്കേണ്ടത്? അടിസ്ഥാനപരമായിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ ദുഃഖത്തിനെ കുറിച്ച് ഭഗവാന് അർജുനന് ഇപ്പോൾ ഉപദേശിക്കാൻ പോകുന്നത് ദുഃഖത്തിന്റെ സ്വഭാവം, സ്വരൂപം, സ്ഥിതി എന്നതുപോലെ തന്നെ ദുഃഖത്തിന്റെ അസ്തിത്വം, അതിന്റെ വാലിഡിറ്റി, അതിന്റെ സ്ഥിതി, അതിന്റെ സ്ഥിരത തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചാണ് ഭഗവാൻ ഇപ്പോൾ പരാമർശിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ പരാമർശിക്കുമ്പോഴാണ് ഭഗവാൻ പറയുന്നത് നാനു ശോചന്തി പണ്ഡിതാഹ എന്നുള്ള പ്രയോഗം. പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. അപ്പൊ ഇതിനകത്തും നമുക്ക് എന്ത് മനസ്സിലാക്കാം? പണ്ഡിതാഹ എന്ന് പറഞ്ഞാൽ ജ്ഞാനിരഹ എന്നർത്ഥം, ജ്ഞാനം ഉള്ളവർ. അപ്പൊ ജ്ഞാനമുള്ളവർ ദുഃഖിക്കുന്നില്ല. ഏത് കാലത്ത് ദുഃഖിക്കുന്നില്ല എന്ന്? അവർക്ക് ദുഃഖിക്കാൻ വിഷയമില്ലാത്ത കാലത്ത് അവർ ദുഃഖിക്കുന്നില്ല, അല്ലാത്ത സമയത്ത് അവർ ദുഃഖിക്കുന്നു എന്നാണോ ഉദ്ദേശിച്ചത്? അതോ ദുഃഖിക്കാൻ മറ്റുള്ളവർക്ക് വിഷയം കിട്ടുന്നത് പോലെ തന്നെ ഇവർക്കും വിഷയം കിട്ടുമ്പോൾ ഇവർ ദുഃഖിക്കാതിരിക്കുന്നു എന്നാണോ ഉദ്ദേശിച്ചത്? അതോ ദുഃഖിക്കേണ്ടുന്നതായ ഒരു വിഷയത്തിലേക്ക്, ആ വിഷയവിഷയ സംബന്ധത്തിലേക്ക് അല്ലെങ്കിൽ സാഹചര്യത്തിലേക്ക് ഒരിക്കലും പണ്ഡിതന്മാർക്ക് കടന്നു ചെല്ലേണ്ടി വരുന്നില്ല എന്നാണോ ഉദ്ദേശിച്ചത്? അപ്പൊ ഇത് ശ്രീബുദ്ധ ഭഗവാനെ വളർത്തിയത് മാതിരി ആ ബുദ്ധന് ഒരിക്കലും ദുഃഖിക്കേണ്ടാത്തതായ ഒരു സാഹചര്യം ദുഃഖിക്കേണ്ടുന്ന സാഹചര്യം കാണാത്ത തരത്തിൽ ബുദ്ധനെ വളർത്തിയെടുത്തു. അതേപോലെ പണ്ഡിതന്മാർ ദുഃഖിക്കേണ്ടുന്ന സാഹചര്യം ഇല്ലാത്ത തരത്തില് സർവരാലും പൂജിക്കപ്പെട്ടവരായിട്ട് നിൽക്കുന്നതായ ഒരു സ്ഥിതിവിശേഷത്തിൽ അങ്ങനെ മാറ്റപ്പെടുന്നു. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവന്മാരെ പോലെ പണ്ഡിതന്മാർ ആദരിക്കപ്പെട്ടവരായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദുഃഖിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. മിക്കവാറും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശ്രമങ്ങളിലേക്ക് ആൾക്കാരെ മാതിരി അവർക്ക് ദുഃഖിക്കേണ്ടതായ വിഷയങ്ങൾ വരുന്നില്ല. കാരണം ആൾക്കാരുമായിട്ട് സംബന്ധമില്ല. ആ ആൾക്കാരുമായിട്ട് സംബന്ധമില്ലെങ്കിൽ അതനുസരിച്ച് ദുഃഖങ്ങളുമില്ല. ദുഃഖം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്തിലാ വരുന്നത്? ദുഃഖം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോഴേ ഉണ്ടാകുന്നതാണ് ദുഃഖം. നമ്മുടെ കൂട്ടത്തിൽ നമ്മളോട് ഇടപെടാൻ ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദുഃഖം എന്ന് പറയുന്നത് ഉണ്ടാവത്തില്ല. അപ്പൊ ഇനിയിപ്പോ അങ്ങനെയല്ല ചിലർ പറയുകയാണ് എന്റെ അടുത്ത് ഇടപഴകുവാൻ ആരും ഇല്ലാത്തതാണ് എന്റെ ദുഃഖം. അങ്ങനെയാണെങ്കിലോ അവിടെ ഒരു ദുഃഖം വരുന്നത് ഇപ്പൊ എന്തിനാൽ പറയേണ്ടി വരും നമുക്ക്? അങ്ങനെ വന്നു കഴിയുമ്പോൾ വിഷയ സംസർഗമില്ലാണ്ട് ദുഃഖമുണ്ടായല്ലോ. ഒരാളുമായിട്ട് ഇടപഴകുമ്പോൾ അവർ മുഖാന്തരം ഉണ്ടാവുന്ന ദുഃഖത്തിന് വിഷയ സംസർഗത്താൽ ഉണ്ടായ ദുഃഖം എന്ന് പറയാൻ സാധിക്കുന്നത് പോലെ ആൾക്കാരും എന്റെ കൂട്ടത്തിലില്ലല്ലോ, എനിക്ക് സ്വന്തക്കാരായിരുന്നില്ലല്ലോ, എനിക്ക് ബന്ധുക്കളാരുമില്ലല്ലോ, എനിക്ക് സാന്ത്വനം നൽകുവാൻ ആരുമില്ലല്ലോ, സുഖം നൽകുവാൻ ആരുമില്ലല്ലോ, സമാധാനം പറയുവാൻ ആരുമില്ലല്ലോ. ഇപ്രകാരം ഒരാൾ ചിന്തിക്കുമ്പോൾ വിഷയി എന്നുള്ള ആ ബന്ധമില്ലാണ്ട് ദുഃഖമുണ്ടാകുന്നല്ലോ. അപ്പോൾ ഒരുവന് സ്വയമേവ ദുഃഖമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് വിഷയി സംസർഗത്താൽ ദുഃഖമുണ്ടാകുന്നു എന്ന് പറയാൻ സാധിക്കുക? ഇതും ഒരു ചോദ്യമായിട്ട് വന്നു. അപ്പം വിഷയത്തിൽ ദുഃഖം ഇരിക്കുന്നില്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിഷയിലാണോ ഇപ്പോൾ ദുഃഖം ഇരിക്കുന്നത്? അതാണ് അടുത്ത ചോദ്യം. അപ്പം വിഷയിലാണോ ദുഃഖം ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവൻ സങ്കല്പിച്ചല്ലോ എനിക്ക് എന്റെ അടുത്ത് സംസാരിക്കുവാൻ ആരുമില്ല എന്ന് ഓർത്ത്, എനിക്കൊപ്പം ആരുമില്ല എന്ന് ഓർത്ത് ഞാൻ ഏകനായിരിക്കുന്നല്ലോ എന്നോർത്തൊരുവൻ ദുഃഖിക്കുമ്പോൾ അവന്റെ ചിന്ത അവനെ ദുഃഖിപ്പിക്കുന്നതായിട്ട് മാറ്റി. അപ്പോൾ അവന്റെ ചിന്ത അവനെ ദുഃഖിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവന്റെ ചിന്ത അവനൊരു നഷ്ടമുള്ളവനാണെന്ന് തോന്നിപ്പിച്ചു. അപ്പോൾ അവന്റെ ചിന്തയാൽ അവൻ നഷ്ടമുള്ളവനായി. അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ ആ നഷ്ടമുള്ളാവത്തില്ല. അപ്പൊ നഷ്ടബോധം അവനിലെ ദുഃഖം ജനിപ്പിച്ചു എന്ന് സാരം. അപ്പൊ നഷ്ടബോധം എവിടെയാ? അന്ധക്കരണം
അന്ധക്കരണത്തിലെ, അതായത് അന്ധക്കരണം എന്ന് പറഞ്ഞാൽ മനസ്സ് സ്വയമേവ അവിടെ പല പല ചിത്തവൃത്തികൾ കൊണ്ടുവന്നു. ആ ചിത്തവൃത്തികളൊന്നും ഇവനെ ദുഃഖിപ്പിക്കുവാൻ പര്യാപ്തമല്ല എന്ന് കണ്ടിട്ട് മനസ്സ് ഉടൻ തന്നെ ഒരു പരിപാടി ആരംഭിച്ചു. നിനക്ക് ആരുമില്ല. ഓ, എനിക്ക് ആരുമില്ലേ? അത് കഴിയുമ്പോൾ മനസ്സ് പറഞ്ഞു, ഇതേ നിനക്ക് ഇന്ന ആളില്ല. ഉടനെ എക്സിനെ കുറിച്ച് ചിന്തിച്ചു. എക്സ് എനിക്കൊപ്പമില്ല, അയ്യോ. പിന്നെ ഉടനെ വൈനെ കുറിച്ച് ചിന്തിച്ചു, വൈ എനിക്കൊപ്പമില്ല, അയ്യോ. ഇങ്ങനെ മനസ്സ് ഓരോരുത്തരെ വ്യക്തികളെ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, അവര് നിന്റെ കൂടെ ഇല്ല, അവര് നിന്റെ കൂടെ ഇല്ല, അവര് നിന്റെ കൂടെ ഇല്ല. ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ, കുറച്ചു സമയം കഴിയുമ്പോൾ മനസ്സിന് തോന്നും ഇനി ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ല സമൃദ്ധമായി, ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഈ ഭോക്താവായിട്ട് ജ്ഞാതാവായിട്ട് നിൽക്കുന്നതിന് മുമ്പ് അവനെ ഒന്ന് ശരിക്കൊന്ന് മൂടിക്കഴിഞ്ഞാൽ അവനെ ദുഃഖിപ്പിക്കാം. ഉടൻ തന്നെ ഇതെല്ലാം കൂടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ചിത്തവൃത്തികളെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് ഒരു സംഘാതമായിട്ട്, സംഘാതം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, അതായത് അത് വളരെ സ്ട്രോങ് ആയി, വളരെ സ്ട്രോങ് ആയിട്ട് ഈ ആരുമില്ലാത്തവൻ ഞാൻ, ഒന്നുമില്ലാത്തവൻ ഞാൻ, ഏകാകിയായ ഞാൻ, ജീവിതം ഇല്ലാതെ പോയവൻ ഞാൻ, ജീവിതം നശിച്ചു പോയവൻ ഞാൻ തുടങ്ങിയിട്ടുള്ള രീതിയിലെ ഉള്ള പ്രതീതി, അതായത് അതെന്ന് പറഞ്ഞ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ചിത്തവൃത്തികൾ, ഇല്ലാത്തവനായ ഞാനായിട്ട് മാറി എന്നുള്ള രീതിയിൽ ഭോക്താവ് സ്വയം തന്നെ കാണുന്ന തരത്തിലേക്ക് ചിത്തവൃത്തികളെ ഇവനെ കൊണ്ട് എത്തിച്ച സമയത്ത് നഷ്ടബോധമുള്ളവനായിട്ട് ഇവൻ മാറി. എനിക്കില്ലാത്തവൻ എന്നുള്ളതിലേക്ക് മാറി. ഇല്ലാത്തവനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ഇല്ലാത്തവൻ ഞാനാണെങ്കിൽ അതെനിക്ക് അപ്രിയമാണ്, ഇല്ലാത്തവൻ ഞാൻ എനിക്ക് തന്നെ അപ്രിയമാണ് എന്ന് സാരം. ഉള്ളവൻ ഞാൻ എനിക്ക് തന്നെ പ്രിയമാണെന്നർത്ഥം. നമ്മുടെ മനസ്സ് സന്ദർഭവശാൽ പറയുകയാണ്, നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രശ്നമാണല്ലോ. അപ്പൊ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിപ്പോ എന്താ പറയുന്നത്? മനസ്സ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തില് മനസ്സ് നമ്മളെ ഉള്ളവനാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മുടെ ചിന്ത മുഴുവൻ എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തയിൽ ഓരോ വസ്തുക്കളെയും കൊണ്ടുവന്നതിന് ശേഷം പറയുകയാണ്, ഇത് വെച്ചിട്ട് നിന്റെ ശ്രദ്ധ, ഇത് വെച്ചിട്ട് നിന്റെ അറ്റൻഷൻ ആ വസ്തുവിലേക്ക്, ആ വിഷയത്തിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അതുള്ളവനായിട്ട് നിന്നെ സ്വയം ചിന്തിച്ച് ലാഭമുള്ളവനാക്കി നിന്നെ കണ്ടു കഴിഞ്ഞാൽ നീ തൃപ്തനാകും എന്ന രീതിയിൽ നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിലെ ആ ഓരോ ചിന്തയും കൊണ്ടുവന്നിട്ട് ആ ചിന്ത അവസാനിക്കുമ്പോൾ നമ്മൾ ഒരു ലാഭമുള്ളവനായിട്ട് നമ്മളെ തന്നെ കാണാൻ താല്പര്യപ്പെടുന്ന തരത്തിലാണ് ആ ചിന്ത പോയി നിൽക്കുന്നത്. അവിടെ ആ ഓരോ ചിന്തയും ലാഭത്തിന് പകരം നഷ്ടത്തിലാണ് കൊണ്ട് നമ്മളെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ദുഃഖത്തിലേക്ക് പോകും. അതാണ് ഓരോരുത്തർ ചിന്തിച്ച് ദുഃഖിക്കുന്നു. ചിലർ ചിന്തിച്ച് ഒന്നുമില്ലാത്തവനാണ്, പക്ഷെ ചിന്തിച്ച് സന്തോഷിക്കുന്നു. അതേമാതിരി തന്നെ ഒന്നുമില്ലാത്തവനാണ് ചിന്തിച്ച് ദുഃഖിക്കുന്നു. ഇവിടെ മനസ്സ് രണ്ടു തരത്തിലേക്കും പോകാം. ഒരുവനെ ചിന്തിച്ച് ലാഭമുള്ളവനാക്കി മാറ്റാം, ചിന്തിച്ച് നഷ്ടമുള്ളവനാക്കി മാറ്റാം. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ വിഷയമല്ല ഇവിടെ ദുഃഖം കൊണ്ടു തന്നത്, പകരം അവനവന്റെ ചിന്ത തന്നെയാവുന്നു. അപ്പൊ ഈ ചിന്ത എന്ന് പറയുന്നത് ഈ വ്യക്തി, അതായത് ജ്ഞാതാവ് എന്ന് പറയുന്ന, ഭോക്താവ് എന്ന് പറയുന്നവന്റെ അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്നതല്ല, പകരം അവന്റെ മനസ്സിലെ അന്ധക്കരണ വൃത്തിയാണ് അവിടെ ഈ ദുഃഖത്തിന് ഹേതുവായിട്ട് വന്നത്, ദുഃഖവൃത്തിയായിട്ടും വന്നത്. രണ്ടുമുണ്ട്. ദുഃഖത്തിന് ഹേതുവായിട്ട് നിൽക്കുന്നത് തന്നെയാണ്, ദുഃഖരൂപമായിട്ട് നിൽക്കുന്നത് ഈ അന്ധക്കരണ വൃത്തി വിശേഷമാണ്. ഇതിനെ പറയുന്നത് ദുഃഖവൃത്തി എന്ന് പറയും, അല്ലെങ്കിൽ ദുഃഖഹേതു വൃത്തി എന്ന് പറയും. ഇങ്ങനെ വന്ന സന്ദർഭത്തില് ഇവിടിപ്പോള് ഈ കാര്യം യാതൊരുവനാണോ വിവേകത്തോടുകൂടി വേർതിരിച്ചറിഞ്ഞത്, അതായത് ഭോക്താവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജ്ഞാതാവാണ്, ആ ജ്ഞാതാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആത്മാവാണ്, ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നതല്ല ദുഃഖം എന്നും, അതേമാതിരി വിഷയമെന്ന് പറയുന്നത് അത് ദുഃഖത്തെയോ സുഖത്തെയോ ജനിപ്പിക്കുന്നതല്ല. വിഷയം എന്താണോ അത് വിഷയം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു വ്യക്തിയിലേക്ക്, അന്ധക്കരണത്തിലേക്ക് അതായിട്ട് സംക്രമിക്കുവാൻ സാധ്യമല്ല. വിഷയം പുറത്തേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതായിട്ട് സംക്രമിക്കുവാൻ സാധ്യമല്ല എന്നുള്ള രീതിയില് വിഷയത്തിൽ നിൽക്കുന്നത് വിഷയത്തിലേ നിൽക്കത്തുള്ളൂ, അതേമാതിരി ആത്മാവിലുള്ളത് ആത്മാവിലേ നിൽക്കത്തുള്ളൂ. ഇവിടെ ആത്മാവിലില്ലാത്തതാകുന്നു, അല്ലെങ്കിൽ ജ്ഞാതാവിലില്ലാത്തതാകുന്നു ദുഃഖം, വിഷയത്തിലും ഇല്ലാത്തതാകുന്നു ദുഃഖം. ഇപ്രകാരമായി കഴിഞ്ഞാല് ദുഃഖത്തിന് ആധാരമില്ലാത്തതായിട്ട് മാറും. ദുഃഖം എവിടെയാണ് നിൽക്കുന്നത്?
ഈ ലോക്കസ്റ്റാൻഡി എന്ന് പറയുന്ന ദുഃഖത്തിന്റെ ആധാരം എവിടെയാവുന്നു? ദുഃഖത്തിന് ആധാരമില്ല. വിഷയം ദുഃഖത്തിന്റെ ആധാരമല്ല. അതേമാതിരി ഭോക്താവ് അല്ലെങ്കിൽ ജ്ഞാതാവ് അല്ലെങ്കിൽ ആത്മാ ദുഃഖത്തിന്റെ ആധാരവുമല്ല. ഇങ്ങനെ ഇപ്രകാരം ആധാരമില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ അത് വെറും ഒരു പ്രതീതി മാത്രമാണ്. ആധാരമില്ലാത്തതായിട്ട് നിൽക്കുന്നതിനെയാണ് അസ്തിത്വമില്ലാത്തതായിട്ട് നിൽക്കുന്നത്. അസ്തിത്വമില്ലാത്തതായിട്ട് നിൽക്കുന്നത് ഒരു പ്രതീതിയാണ്. പ്രതീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളതുപോലെ ഒരു തോന്നൽ മാത്രമാണ്, സത്യത്തിലുള്ളതല്ല. ഇപ്രകാരം യാതൊരുവനാണോ ഈ ദുഃഖത്തിന്റെ അസ്തിത്വം തന്നെ ഇല്ലാത്തതാണെന്നറിയുന്നത്, അപ്രകാരമുള്ള വ്യക്തിയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. ഇതാണ് ആത്മാവിന്റെ അസ്തിത്വം അറിയുന്നതോടുകൂടി വിഷയത്തിന്റെ അസ്തിത്വം അറിയുന്നു, ലോകത്തിന്റെ അസ്തിത്വം അറിയുന്നു, ഈശ്വരന്റെ അസ്തിത്വം അറിയുന്നു, സർവ്വജീവജാലങ്ങളുടെയും അസ്തിത്വം അറിയുന്നു. അതേപോലെ തന്നെ ദുഃഖം, സുഖം, കോപം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സകല വൃത്തിവിശേഷങ്ങളുടെയും അസ്തിത്വം അറിയുന്നു. ഇങ്ങനെ ആത്മജ്ഞാനമുള്ളവൻ അറിയാൻ, ആത്മജ്ഞാനമുള്ളവന്റെ അറിവിന്റെ വിഷയമായിട്ട് സകലതും മാറും. അതുകൊണ്ടാണ് ആത്മജ്ഞാനം ഉള്ളവനെ സർവജ്ഞൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ സർവജ്ഞത്വമുള്ള വ്യക്തിയാണ്. സർവജ്ഞത്വം എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സർവത്തിന്റെയും കാരണത്തെ അറിയാവുന്ന ആളിനെയാണ് സർവജ്ഞത്വം ഉള്ള വ്യക്തി എന്ന് പറയുന്നത്. അപ്രകാരം സർവജ്ഞത്വമുള്ള വ്യക്തിയാണ് പണ്ഡിതൻ. ഭഗവാൻ പറയുന്നത് പണ്ഡിതൻ ദുഃഖിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ ഇവിടെ പറഞ്ഞത് എന്താ? അർജുന, നീ ദുഃഖിക്കുന്നു, പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. ഇതിനകത്തൊന്നും ഇത് കേട്ടിട്ട് അർജുനൻ എന്താണ് ഇപ്പൊ മനസ്സിലാക്കേണ്ടത്? അർജുനൻ മനസ്സിലാക്കണം, അർജുനൻ പണ്ഡിതനല്ലെന്ന്. അതാണ് ഭഗവാൻ പറഞ്ഞത്, അർജുന, നീ പണ്ഡിതൻ ദുഃഖിക്കത്തില്ല, പക്ഷെ നീ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നീ പണ്ഡിതനല്ല. അത് വ്യക്തമായിട്ട് ഒന്നാമത്തെ വരി തന്നെ പറഞ്ഞു. അശോച്യാനന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ എന്ന്. ഗതാസൂനഗതാസൂംശ്ച. അപ്പം പണ്ഡിതന്മാർ എന്തിനെ കുറിച്ച് ഓർത്താണ് ദുഃഖിക്കാത്തത്? ഗതാസൂനഗതാസൂംശ്ച. ഗതാസൂൻ, അസൂൻ എന്ന് പറഞ്ഞാൽ പ്രാണങ്ങൾ എന്നർത്ഥം. അസുഹു പ്രാണഹ എന്നർത്ഥം. അസു പ്രാണൻ. ഈ അസുക്കൾ പ്രാണന്മാർ, പോയവർ. ഗത പ്രാണങ്ങൾ പോയവർ എന്ന് പറഞ്ഞാൽ മരിച്ചവർ. അസുക്കൾ പോകാത്തവർ, മരിക്കാത്തവർ. അപ്പൊ നമുക്ക് രണ്ടു തരം ആൾക്കാരെ നമ്മുടെ മുമ്പിലുള്ളൂ. ഒന്ന് മരിച്ചവരും രണ്ടാമത് മരിക്കാൻ പോകുന്നവരും എന്നർത്ഥം. മരിക്കാൻ പോകുന്നവർ മരിച്ചവരെ ഓർത്ത് ദുഃഖിക്കുന്നു. മരിക്കാൻ പോകുന്നവർ ഓർക്കുന്നില്ല ഞാൻ മരിക്കാൻ പോവാണെന്ന്. അതായത് ഒരു ലൈനിൽ ആൾക്കാർ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഈ ലൈനിൽ നിൽക്കുമ്പോൾ ആ ലൈനിന് ഇങ്ങനെ ഒരു ഓർഡറൊന്നുമില്ല കേട്ടോ. ആ ലൈൻ ഉണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് ഏത് ഏജ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ ലൈനിന്റെ അങ്ങേയറ്റത്ത് അതിന്റെ തുടക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ് വെച്ചിട്ടൊരു കുത്തുണ്ട്. ഈ കുത്തെന്ന് പറയുമ്പോൾ ഒരു കുത്ത് അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആളൊരു കുഴിയിലോട്ട് വീഴുമെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ കുഴിയിലോട്ട് ഇങ്ങനെ വീഴുന്നത് പോലെയാണ് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാലപ്രവാഹത്തില് ഒരാള് മരിക്കുന്നു. അപ്പൊ അടുത്ത ആള് അതിന് തൊട്ട് പിന്നാലെ നിൽക്കുകയാണ് അടുത്ത ആള് മരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ അടുത്ത ആൾക്ക് കുത്ത് കിട്ടി കഴിയുമ്പോൾ അയാൾ വീഴുന്നു, മരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ അവർക്ക് കിട്ടുന്ന അവരുടെ ഊഴം എപ്പോഴെന്നറിയാത്ത രീതിയിൽ മരിച്ചവരെ കണ്ടിട്ട് മരിക്കാൻ പോകുന്നവർ ദുഃഖിക്കുന്നു. ഇത്രയുള്ള സംഭവം. അപ്പൊ മരിക്കാൻ പോകുന്നവർക്ക് ദുഃഖില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുഃഖിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ദുഃഖിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ദുഃഖിക്കുക എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണ്. ആവശ്യത്തിന് ദുഃഖിച്ചോളൂ. പിന്നെ ആ ദുഃഖത്തിലൂടെ പിന്നെ സർവ്വതും അങ്ങ് അതോടുകൂടി ജീവിതം അങ്ങ് അവസാനിച്ചു എന്നൊന്നും കരുതണ്ട. അതുകൊണ്ട് ദുഃഖിക്കാൻ വേണ്ടിയിട്ട് മാത്രം പണ്ട് ഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. നമുക്ക് രാമായണത്തിൽ നമുക്ക് അത് കാണാം. നമുക്ക് അതായത് ഈ ദുഃഖിക്കാൻ വേണ്ടിയിട്ടും ക്രോധിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്രോധാലയത്തിലേക്ക് കൈകേയി പ്രവേശിച്ചു, ശോകാലയത്തിലേക്ക് ദുഃഖാലയത്തിലേക്ക് ദശരഥൻ പ്രവേശിച്ചു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കാണാം. ദുഃഖിക്കാനായിട്ട് ഒരു മുറി, അതിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ ബാക്കിയുള്ളവർ മനസ്സിലാക്കിക്കോണം ദുഃഖിക്കുകയാണ്. ക്രോധാലയത്തിലേക്ക് പ്രവേശിച്ചു കൈകേയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപമുണ്ടെങ്കിൽ ആ വ്യക്തി ആ മുറിയിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ മനസ്സിലാക്കിക്കോണം കോപമുണ്ടെന്ന്. അപ്പൊ ഇത് നമുക്ക് ഈസിയുമാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്തോഷത്തിൽ പറയുകയാണോ, ദുഃഖത്തിൽ പറയുകയാണോ, ദേഷ്യത്തിൽ പറയുകയാണോ, നമ്മളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണോ, പ്രശംസിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണോ എന്ന തരത്തിൽ വ്യക്തമാക്കാൻ പറ്റാത്ത തരത്തിൽ ഇവർ പെരുമാറിക്കൊള്ളും.
ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സംസ്കാരം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായത് തന്നെ. ഈ സംസ്കാരം എന്ന് പറയുന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ വ്യക്തി നമ്മളോട് വിരോധമുണ്ടെങ്കിൽ അത് വിരോധിയാണ് എന്ന് പ്രകടമാക്കാനുള്ള അന്ധക്കരണ വിശേഷം ഗുണം ഉണ്ടായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്കാരം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ നിൽക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും തിരിച്ചറിയത്തില്ല നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വരുമ്പോഴാണ് ഇതിനകത്ത് കാപട്യം എന്ന് പറയുന്നത്. സംസ്കാരമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ രാവിലെ എഴുന്നേറ്റ് ജപിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസ്കാരം എന്നുള്ളത് ഉദ്ദേശിക്കരുത്. പകരം ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് വ്യക്തിയെ നമുക്ക് വ്യക്തമായിട്ടുള്ള രീതിയിൽ നിർവചിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് സംസ്കാരത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും. അത് അങ്ങനത്തെയുള്ള സംസ്കാരത്തിലാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാം, ഈ വ്യക്തി എന്ന് പറയുന്നത് ധർമാനുസൃതമായിട്ട് ജീവിക്കുന്ന ആളാണ്, ഈ വ്യക്തി ആ പറയപ്പെട്ട ധർമ്മത്തിന് അനുസൃതമായിട്ട് ജീവിക്കുന്ന ആളല്ല. അപ്പൊ ഇങ്ങനെ വേർതിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്, ഡീലിങ്സ് എളുപ്പമുണ്ട് എന്നർത്ഥം. ഒരു കള്ളനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരാളോട് പെരുമാറാം, ഇവൻ കള്ളനാണ്, ശരി ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടൊരുവൻ ബന്ധപ്പെടുമ്പോൾ അതിനകത്തു നിന്ന് പിന്നെ അതിന്റെ സ്വഭാവമൊക്കെ മാറി. അപ്പൊ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തില് ഇന്ന് മാറി. ഇങ്ങനെ വരുമ്പോഴാണ് ഒരു സങ്കര സമൂഹം എന്ന് നമ്മൾ പറയുന്നതിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോള് അർജുന, ദുഃഖിക്കേണ്ടാത്തവരെ ഓർത്ത് നീ ദുഃഖിക്കുന്നു. ആരാണ് ഈ ദുഃഖിക്കേണ്ടാത്തവര്? ഭീഷ്മദ്രോണാദേഹ ദുഃഖിക്കേണ്ടാത്തവര്. എന്തുകൊണ്ട്? അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുന നോക്കൂ, ഈ ഭീഷ്മദ്രോണാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതാണെന്നുണ്ടെങ്കിൽ ഈ മരിക്കാൻ പോകുന്നവരാണ് ഭീഷ്മദ്രോണാദികൾ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ആരും മരിക്കാൻ പോകുന്നവർ തന്നെയാണ്. അതുകൊണ്ട് മരിക്കാൻ പോകുന്നവരെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മരിക്കാത്തവരായിട്ട് ആരുമില്ല, ഒന്നത്. രണ്ട്, ആരും ആരുടെ മരണത്തിനും ഉത്തരവാദികളല്ല, അത് സത്യമാണത്. ആരും ആരുടെ മരണത്തിനും അവരുടെ കാലം എത്തുമ്പോൾ അവർ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാളെ കൊലപാതകം ചെയ്തു, അത് ശിക്ഷാർഹമായിട്ടുള്ള കൃത്യങ്ങൾ. അപ്പൊ മറ്റൊരാളുടെ മരണത്തിന് നമ്മളൊക്കെ കാരണമാവണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ മരണത്തിന് അവര് തന്നെ കാരണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമെന്നുള്ളതല്ല. പകരം ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരും മരണധർമ്മത്തിന് അതീതരല്ല. ആ പോയിന്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള ഉടനെ നമ്മൾ ഇതും കൊണ്ട് കൊനിഷ്ഠ ചോദ്യം കൊണ്ട് വരരുത്. ഒരാളെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ അത് പിന്നെ അവരുടെ കർമ്മഫലമായിട്ടല്ലേ മരിച്ചത്, അല്ലാതെ ഇയാളുടെ ദോഷമല്ലല്ലോ. ആ തരത്തിൽ നമ്മൾ എടുക്കേണ്ടതില്ല. കാരണം അതിനാണ് നമുക്കിവിടെ ലൗകിക നിയമങ്ങളുള്ളത്. ലൗകിക നിയമങ്ങൾ വെച്ചുകൊണ്ട് ആധ്യാത്മികതയെ നമ്മൾ വിശകലനം ചെയ്യാൻ പോകരുത്. അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ അപാകതയും അതാണ്. നമ്മൾ ഓരോ ചെറിയ കാര്യത്തിനാണെങ്കിൽ എന്തെങ്കിലും ആധ്യാത്മികതയിൽ പറയപ്പെട്ട കാര്യങ്ങൾ, അലൗകികമായ കാര്യങ്ങൾ പറയുന്നിടത്ത് ലൗകികമായ കാര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ സംയോജിപ്പിക്കാൻ ശ്രമിക്കും. അതും നമുക്ക് ആവശ്യമില്ല. അതേമാതിരി ധർമ്മത്തെക്കുറിച്ചുള്ള അതിന്റെ സൂക്ഷ്മവശങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന സന്ദർഭത്തിൽ ലൗകികമായ നിയമങ്ങളുടെ ധാർമ്മിക വശങ്ങളെക്കുറിച്ച് കൊണ്ടുവന്നിട്ട് സംയോജിപ്പിക്കാൻ ശ്രമിക്കും. അതും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഓരോന്നിനെ അതിന്റെ സ്ഥാനത്ത് വെച്ചുകൊണ്ട് വിശകലനം ചെയ്തിട്ട് അതാതിന്റെ സ്ഥാനത്ത് നിർത്തേണ്ടതിനെ അതാതിന്റെ സ്ഥാനത്ത് തന്നെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നോക്കുന്നു, ഈ അശോച്യാൻ ആയിട്ടുള്ള ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷ്മദ്രോണാദികളെന്ന് മാത്രമല്ല സകല മനുഷ്യരും മരിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് ആരെങ്കിലും മരിക്കാൻ പോകുന്നു എന്നോർത്ത് പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ ദുഃഖിച്ചോട്ടെ, അജ്ഞാനികൾ ദുഃഖിച്ചോട്ടെ. പണ്ഡിതന്മാരല്ലാത്തവരെയാണല്ലോ അജ്ഞാനികൾ എന്ന് പറയുന്നത്. അപ്പോൾ അജ്ഞാനികൾ ദുഃഖിക്കുന്നു, ഓക്കെ. ഇനി അജ്ഞാനികൾ അർജുന, നീ അജ്ഞാനിയാണ് എങ്കിൽ അജ്ഞാനിയായ ഞാൻ ദുഃഖിക്കുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രജ്ഞാവാദാംശ ഭാഷസേ, നീ ജ്ഞാനമുള്ളവനെ പോലെ പണ്ഡിതനെ പോലെ നീ സംസാരിക്കുന്നു. അത് രണ്ടും കൂടെ യോജിക്കത്തില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്. പിന്നെ ഗതാസൂനഗതാസുംശ്ച, പ്രാണൻ പോയവരെ കുറിച്ചും പോകാത്തവരെ കുറിച്ചും ഓർത്ത് പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഭഗവാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നു. ദുഃഖത്തിന്റെ കാരണം എന്താകുന്നു? പാണ്ഡിത്യം ദുഃഖത്തിന്റെ കാരണമല്ല, പകരം പാണ്ഡിത്യമില്ലായ്മയാവുന്നു ദുഃഖത്തിന്റെ കാരണം. ഇവിടെ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം. അതുകൊണ്ട് ആത്മജ്ഞാനം, അല്ലെങ്കിൽ പൊതുവെ നമുക്ക് പറയാം ജ്ഞാനത്തിന്റെ അഭാവമാകുന്നു ദുഃഖത്തിന്റെ ഹേതു. ജ്ഞാനത്തിന്റെ അഭാവം, ജ്ഞാനമില്ലായ്മയാണല്ലോ അജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കൺക്ലൂഷനിലേക്ക് എത്താം. അജ്ഞാനമാകുന്നു ദുഃഖത്തിന്റെ കാരണം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാകുന്നു ദുഃഖത്തിന്റെ കാരണം. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ
ഈ പ്രപഞ്ചത്തിന്റെ ഗതി എന്താണെന്നറിയാത്തത്, ഈശ്വരന്റെ നിശ്ചയം എന്താണെന്നറിയാത്തത്, ജീവന്മാരുടെ ഗതി എന്താണെന്നറിയാത്തത്, ആത്മാവിന്റെ സ്വരൂപം എന്താണെന്നറിയാത്തത്, ഇങ്ങനെയുള്ള അറിവില്ലായ്മയുടെ ഒരു കൂമ്പാരമാകുന്നു നമ്മുടെ ദുഃഖത്തിന് കാരണം എന്ന്. അപ്പൊ അങ്ങനെ വന്ന അറിവ് വന്നാലോ, അറിവ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മേഖലകളിലെല്ലാം നമുക്ക് വെളിച്ചം വീശി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഭയാനകമായിട്ട് ദുഃഖജനകമായിട്ട് മാറുന്നതായിട്ട് ഭവിക്കുകയില്ല എന്ന്. ഇനി ഇപ്പോൾ ഈ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഇനിയും ഭഗവാന് അടുത്ത 3 ശ്ലോകങ്ങളിലായിട്ട് പറയുകയാണ്. ഒന്നാമത്തെ ശ്ലോകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം, ജീവാത്മാവിന്റെ ദൃഷ്ടിയിൽ ദുഃഖിക്കേണ്ടതില്ല. അത് കഴിഞ്ഞ്, അതായത് 12ാമത്തെ ശ്ലോകത്തില് ഭഗവാന് ജീവാത്മാവിന്റെ ദൃഷ്ടിയിൽ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ജീവാത്മാവിന്റെ ദൃഷ്ടിയിൽ ദുഃഖിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ ജീവാത്മാവിന് നിത്യത്വമുണ്ട്. ഇനി അതിന്റെ അടുത്ത ശേഷം 13ാമത്തെ ശ്ലോകത്തിൽ എടുത്തു കഴിഞ്ഞാൽ ദേഹനാശത്തിന്റെ ദൃഷ്ടിയിൽ ദുഃഖിക്കേണ്ടതില്ല. അതിന്റെ അർത്ഥം എന്താണ്? കാരണം സകല ദേഹങ്ങളും, ഇന്നോളവും ഒരു ദേഹവും സ്ഥിരമായിട്ട് നിന്നിട്ടില്ല, സകല ദേഹങ്ങളും നശിക്കുന്നതാണ്. അതുകൊണ്ട് ദേഹം നശിക്കുന്നു എന്നുള്ളത് ദുഃഖത്തിന് വിഷയമാക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദുഃഖിച്ചു കഴിഞ്ഞാൽ നശിക്കാതിരിക്കുന്നില്ല. അതാണ് കാരണം. നമുക്ക് പ്രയോജനം വേണ്ടതെന്ന് നമ്മൾ കരഞ്ഞാല് ഇത് ചൊല്ലുണ്ടല്ലോ, കമഴ്ന്ന് വീണാ കാൽപ്പണമെന്ന് മറ്റോ പറഞ്ഞത് മാതിരി നമ്മളൊന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ഗുണം ചെയ്യണം. നമസ്കരിച്ചാൽ ഗുണം ചെയ്യണം. കമഴ്ന്ന് വീണാ കാൽപ്പണമെന്ന് പറഞ്ഞ മാതിരി പ്രയോജനമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകരുത്. ഒരാളെ നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞാൽ, പുകഴ്ത്തി കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവണം. അതെ, ആ പ്രയോജനമില്ലെങ്കിലോ? അപ്പൊ അത് കാരണമാണ് നമ്മൾ വിചാരിക്കും നമ്മളെ മറ്റുള്ളവർ പുകഴ്ത്തണമെന്ന്. നിങ്ങൾ കാശ് ചെലവാക്ക്, അപ്പോഴല്ലേ നമുക്ക് പുകഴ്ത്താൻ പറ്റത്തുള്ളൂ. അതേമാതിരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പാട്ട് പാട്, അപ്പോൾ നമ്മൾ പുകഴ്ത്തും. അല്ലെങ്കിൽ ഡാൻസ് കളിക്ക്, എന്തെങ്കിലും തരത്തില് നമ്മൾ നമ്മളെ തന്നെ പ്രകടിപ്പിക്കുന്നു. നമ്മുടെ പ്രഭാവത്തെ, പ്രാഗൽഭ്യത്തെ നമ്മൾ പ്രകടമാക്കുന്നു. അതായത് എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഉള്ളവനാണ്, അത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനാണ് എന്നുള്ളത് കാണിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് പുകഴ്ത്തൽ കിട്ടുന്നു. അപ്പൊ ഇതേമാതിരിയാണ് ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്തതിന്റെ പ്രയോജനം ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ ശരീരത്തെ ഓർത്ത്, നശിക്കാൻ പോകുന്ന ശരീരത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചാൽ അത് നശിക്കാതിരിക്കണം. പക്ഷെ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. ദുഃഖിച്ചാലും ശരി, സന്തോഷിച്ചാലും ശരി, ശരീരം നശിക്കും. അതാണ് അടുത്ത 13ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി 14ാമത്തെ ശ്ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല്, ഇന്ദ്രിയ വിഷയ സംയോഗത്താൽ ശീതോഷ്ണ സുഖങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സംയോഗ ഫലമായിട്ടുണ്ടാകുന്ന ശീതോഷ്ണ സുഖ ദുഃഖങ്ങള് എന്ന് പറയുന്നത്, സംയോഗം എന്ന് പറയുന്നതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വിയോഗമാണ്. വിയോഗേ സതി, അത് നഷ്ടോ ഭവതിയാണ്. സംയോഗത്താൽ ഉണ്ടാകുന്നു, വിയോഗത്താൽ പോകുന്നു. അതിന് ദുഃഖിക്കേണ്ട കാര്യമില്ല. സംയോഗമാണല്ലോ ദുഃഖം ഉണ്ടാക്കിയത്, വിയോഗമാണല്ലോ ദുഃഖ നിവൃത്തി. അത്രയേ ഉള്ളൂ. പ്രശ്നം ഉണ്ടെങ്കിൽ മാറിയാ പോരെ. അതാണ് 14ാമത്തെ ശ്ലോകവും. അപ്പൊ ഇത്രയും പറഞ്ഞതിന് ശേഷം ഭഗവാൻ പിന്നെ ഒരു കാര്യവും കൂടെ അടുത്ത വരി പറയാൻ പോവുകയാണ്. അപ്പൊ ഇത്രയും ജീവാത്മാവിന്റെ ദൃഷ്ടിയിൽ, ആ ജീവാത്മാവിന്റെ ദൃഷ്ടി 1, രണ്ടാമത്തെ ശരീരത്തിന്റെ ദൃഷ്ടി 2, മൂന്നാമത്തത് വിഷയദൃഷ്ടി എന്ന് പറയും. മാത്രാസ്പർശാസ്ത് കൗന്ദേയ എന്ന് പറയുന്ന 14ാമത്തെ ശ്ലോകത്തിലാണെങ്കിൽ വിഷയേന്ദ്രിയ സംയോഗത്തിന്റെ അവിടെ വിഷയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞാൽ വിഷയത്തിന്റെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാലും അതിനെ കുറിച്ചാണ് പറയുന്നത്, ദുഃഖിക്കേണ്ടതില്ല. രണ്ടാമത്തേതാണെങ്കിൽ ജീവാത്മാവിന്റെ ദൃഷ്ടിയിൽ ദുഃഖിക്കേണ്ടതില്ല. പിന്നത്തേത് പറഞ്ഞത് ദേഹത്തിന്റെ ദൃഷ്ടിയിൽ ദുഃഖിക്കേണ്ടതില്ല. ഇപ്പൊ ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അപ്പൊ ഇവിടെയൊക്കെ എങ്ങനെയാണ് ദൃഷ്ടി കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാൽ, അന്ധഃകരണത്തിന് ഒരുവൻ നിർദ്ദേശിക്കപ്പെട്ട വിധത്തില്, വേണ്ട വിധത്തില് പരിപാകപ്പെടുത്തിയെടുത്താൽ അതിനെ സമചിത്തത്വം, സമബുദ്ധി എന്ന് പറയുന്നു. ഇങ്ങനെ സമബുദ്ധി സാധനയിലൂടെ സമബുദ്ധി നേടിക്കഴിഞ്ഞാൽ ആ സമബുദ്ധി നേടിയവന് കിട്ടാവുന്ന അടുത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആ ദുഃഖനിവൃത്തി എന്നുള്ള തലമല്ല അവന് കിട്ടാൻ പോകുന്ന ഫലം. പകരം ആത്യന്തിക ദുഃഖനിവൃത്തിയിലേക്ക് എത്തിക്കുന്നതായ സദ്ദർശനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മദർശനം എന്നതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് 16ാമത്തെ ശ്ലോകം മുതൽ തുടങ്ങും. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് 12ാമത്തെ, അതായത് ജീവാത്മദൃഷ്ടിയിൽ അർജുന നീ ദുഃഖിക്കേണ്ടതില്ല എന്നതിലേക്ക് എടുക്കാം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവ ന ഭവിഷ്യാമഹ സർവേ വയമതഃ പരം ന തു ഏവ അഹം ജാതു നാസം.
ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ന ആസം, ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് എടുക്കാം. ന ആസം. ആസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലങ് രൂപമാണ്. ആസം ലങ് രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ്. അസ് എന്ന് പറഞ്ഞ ധാതുവിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ആസം എന്ന് പറഞ്ഞത്. ആ ആസം എന്ന് പറഞ്ഞാൽ അഹം ആസം എന്നർത്ഥം. ഇപ്പൊ ഞാൻ ഉണ്ടായിരുന്നു എന്നർത്ഥം. അസ് ധാതുവിന്റെ അർത്ഥം ഉണ്ട് എന്നുള്ളതാണ്. ടു ബി എന്നർത്ഥം. അസ് എന്റെ അർത്ഥം ടു ബി. ഞാൻ ഉണ്ട്. അത് പാസ്റ്റ് ടെൻസിൽ പറയണം. ഞാൻ ഉണ്ട്. നമ്മൾ വർത്തമാനകാലത്തിനും പാസ്റ്റ് ടെൻസിനും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും ഞാൻ ഉണ്ട് എന്ന് പറയുന്നതും എല്ലാം ഒരുപോലെയുള്ളൂ. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നു, അഹം ആസം, ഞാനുണ്ട് എന്നർത്ഥം. എവിടെ? ഭൂതകാലത്തിൽ ഞാനുണ്ട്. ന ആസം. ന ആസം എന്ന് പറഞ്ഞാൽ ഞാന് ഇല്ല, അത്രയേ ഉള്ളൂ. ന ആസം എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു നായും കൂടെ ചേർത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസം ഞാനുണ്ട്, അല്ലെങ്കിൽ ആസം ഞാൻ ഉണ്ടായിരുന്നു, ന ആസം ഞാൻ ഉണ്ടായിരുന്നില്ല. അതിന്റെ കൂട്ടത്തിൽ ഒരു നായും കൂടെ ചേർത്തേ, ഞാൻ ഉണ്ടായിരുന്നില്ല എന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്തായി? ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് ഇല്ല. അപ്പൊ ഞാൻ ഇല്ല എന്നത് ഇല്ല. എപ്പോൾ? ഭൂതകാലത്തിൽ. മുമ്പ് ഞാൻ ഇല്ലാതിരുന്നു എന്നത് ഇല്ല. ഇതാണ് ആ ഒന്നാമത്തെ വരിയുടെ അർത്ഥം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ന ആദ്യം എടുക്കണം, പിന്നെ നാസവും കൂടെ ചേർക്കണം. അപ്പൊ ന നാസം, ആസം, ന ആസം, ന നാസം എന്ന്. അപ്പൊ ഞാൻ ഇല്ല എന്നത് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഉണ്ടായിരുന്നു. ന നാസം സമം ആസം, അതായത് ഞാൻ ഉണ്ടായിരുന്നു എന്ന്. ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കുറച്ചു നേരം വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഈ വരി ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഒരിക്കലും അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഉത്സവമായിരിക്കും. അതുകൊണ്ട് എങ്ങനെയും മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതിന്റെ ഈ അസ് ധാതുവിന്റെ ഭൂതകാലത്തിലെ ആ ക്രിയാരൂപങ്ങൾ ഇപ്പൊ ഞാൻ പറയാം. അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ ആ വ്യത്യാസം എന്നുള്ളത്. അതിന് ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഈ രൂപമുണ്ട്. അതേമാതിരി ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ ഈ രൂപങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രഥമ പുരുഷനും ഏകവചനം തൊട്ട് തുടങ്ങാം. ആസീത്, ആസ്താം, ആസൻ. പ്രഥമ ഏകവചനം, പ്രഥമ പുരുഷന് ബഹുവചന രൂപമാണ് ആസൻ എന്നുള്ളത്. ആ വാക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് വരുന്നുണ്ട്. നത്വം നേമേ ജനാധിപാഹ ആസൻ എന്നുള്ളത് നമ്മൾ കൂട്ടിച്ചേർക്കണം. പിന്നെ അതിന്റെ മധ്യമപുരുഷൻ വരുന്നതാണ് ആസീഹി, ആസ്തം, ആസ്ത. നീ ഉണ്ട് എന്ന് പറയുന്നത്, നീ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ത്വം ആസീഹി. അത് നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാം. നത്വം എന്നുള്ള പ്രയോഗത്തിന്റെ കൂട്ടത്തിൽ ബ്രാക്കറ്റിൽ നമ്മൾ ചേർക്കേണ്ടതാണ് ആസീഹി, നീ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ആസീഹി, ആസ്തം, ആസ്ത. പിന്നുള്ളത് ആസം, അഹമാസം എന്നുള്ളത്. ആ അഹമാസം എന്നുള്ളതാണ് ഇവിടെ നത്വേവാഹം ജാതുനാസം എന്നുള്ളതിനകത്ത് ആസം. അപ്പൊ അത് വെച്ചിട്ട് അസ് ധാതുവിന്റെ രൂപം ഇതാണ്. ഉത്തമ പുരുഷന് ഏകവചനം ആസം, ദ്വിവചനം ആസ്വ, ബഹുവചനം ആസ്മ എന്നൂടെ ഞാൻ പറയാം. ആസീത്, ആസ്താം, ആസൻ. ആസീഹി, ആസ്തം, ആസ്ത, ആസം, ആസ്വ, ആസ്മ. ഏകവചനം വന്നാല് ആസം ചേർക്കണം. ഉത്തമ പുരുഷൻ. പ്രഥമ പുരുഷന് ബഹുവചനത്തില് ആസൻ ചേർക്കണം. അതേമാതിരി മധ്യമ പുരുഷന് ഏകവചനത്തില് ആസീഹി ചേർക്കണം. ഈ 3 രൂപങ്ങളും നമുക്ക് ഈ ശ്ലോകത്തിൽ ആവശ്യമുണ്ട്. അതിനകത്ത് 2 രൂപങ്ങള് നമ്മൾ ചേർക്കണം ശ്ലോകത്തിലേക്ക്. ഇപ്പൊ നത്വേവാഹം, ന തു ഏവ അഹം ജാതു നാസം. ജാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഡീഡ് എന്നുള്ള അർത്ഥത്തില്, കഥാചിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായും എന്നുള്ള അർത്ഥം നമ്മൾ എടുത്താൽ മതി. തീർച്ചയായും ഞാൻ ഇല്ലാതിരുന്നു എന്നത് ഇല്ലായിരുന്നു എന്നതില്ല. ന ത്വം, നീ ആസീഹി ചേർക്കണം. ന ത്വം, നീ ഇല്ലാതിരുന്നു എന്നതും ഇല്ലായിരുന്നു. എവിടെ? ഭൂതകാലത്ത്. നീ ഇല്ല. ഭൂതകാലത്ത് പറഞ്ഞാൽ ഇന്നലെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ യുഗത്തിലും അതിനു മുമ്പത്തുള്ള യുഗത്തിലും സൃഷ്ടിയാരംഭത്തിൽ തൊട്ട്
ആ സൃഷ്ടിയാരംഭത്തിൽ തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യം ഉണ്ടായ ഒരു സൃഷ്ടി അത് അങ്ങനെ തുടരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അനേക സൃഷ്ടികൾ വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൃഷ്ടിയുടെ ആരംഭ തൊട്ട് എന്നുള്ളത് മാത്രമല്ല, ഈ സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന സൃഷ്ടിയിലും അതിനു മുമ്പുണ്ടായിരുന്ന സൃഷ്ടിയിലും ഇങ്ങനെ എത്ര കാലം ചോദിച്ചു കഴിഞ്ഞാൽ കണക്കില്ല. നത്വം, പിന്നെ ന ഇമേ ജനാധിപാഹ, ഈ ജനാധിപന്മാരും, ആസൻ എന്നുള്ളത് അവിടെ ചേർക്കണം. ന ചൈവ ന ഭവിഷ്യാമഹ, അതേമാതിരി അവരാരും തന്നെ. അപ്പൊ അത് ഭൂതകാലത്തിൽ പറഞ്ഞില്ലേ, ഇനിയിപ്പോ അതേപോലെ തന്നെ ഭാവി കാലത്തിലേക്ക് പറയാണ്. ന ഭവിഷ്യാമഹ, ഉണ്ടായിരിക്കുകയില്ല എന്നത് ഇല്ല. സർവേ വയം, അങ്ങനെയാവുന്നു. സർവേ വയം, നമ്മളെല്ലാവരും. അതഹ പരം, അപ്രകാരം എന്ന് ഇതിനുശേഷം നിർത്താം. അതഹ പരം എന്ന് പറഞ്ഞാൽ ഇതിനുശേഷം അവരെല്ലാരും ഉണ്ടായിരിക്കുകയില്ല എന്നുമില്ല. അപ്പൊ ഈ ശ്ലോകത്തിന് ഇത് കേട്ട് കഴിയുമ്പം നമുക്ക് ഇത്രയേറെ ഇതിനകത്ത് വിശദീകരിക്കാനുണ്ടായിരുന്നോ, നമുക്കൊന്നും അതങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. കാരണം ഇപ്പം നമ്മളത് വിശദീകരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോയെങ്കിൽ പോലും നമുക്കറിയാൻ പറ്റും ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അടുത്ത് എന്തെങ്കിലും ഒന്ന് വായിച്ചു കഴിയുമ്പോൾ ഈ ശ്ലോകത്തിനർത്ഥം നമുക്ക് മനസ്സിലായി തുടങ്ങും. പറഞ്ഞതിന്റെ കണ്ടന്റും സാരം എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് ജീവാത്മദൃഷ്ടിയില് ജീവാത്മാവ് അനാദിയാകുന്നു. അതിനാല് മുമ്പ് ഇല്ലാതിരുന്നു എന്നൊരു കാലമില്ലായിരുന്നു. അതേമാതിരി ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഉണ്ട്. ഭാവിയിൽ ഇല്ലാതിരിക്കും എന്നുള്ള ഒരു കാലം ഇല്ല എന്നർത്ഥം. ജീവാത്മാവിന്റെ അനാദിത്വം. അവിടെ ഭഗവാന് ആസം ഞാൻ എന്നതുകൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഭഗവാൻ അവിടെ ജീവാത്മാവായിട്ടാണോ പറഞ്ഞത്, അതോ ഈശ്വരനായിട്ടാണോ പറഞ്ഞത്, അതോ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപമായിട്ടാണോ പറഞ്ഞത്? ഈശ്വരത്വം പോലും, അതായത് പ്രപഞ്ച സൃഷ്ടിയെ ഭരിക്കുവാനൊന്നും ഇല്ലാതെ വരുമ്പോൾ അവിടെ പ്രപഞ്ചം തന്നെ ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ പരബ്രഹ്മം, പരമാത്മാ, കേവല സ്വരൂപൻ എന്ന് പറയുന്നത്. ആ സമയത്ത് ഈശ്വരൻ എന്ന് പോലും ആരും പറയാനില്ല. അപ്പൊ ആ സമയത്തിനെയാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. ഈശ്വരത്വം എന്ന് പറയുന്നത് പോലും പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്നതിനകത്ത് ഏത് രീതിയിലാണ് ഭഗവാൻ പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ഭഗവാൻ പറഞ്ഞത്, ഭഗവാൻ എല്ലാ കാലത്തുമുള്ള പരബ്രഹ്മസ്വരൂപമാണ്. അതുകൊണ്ട് നാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ജീവാത്മദൃഷ്ടിയിൽ എന്ന് പറയേണ്ട കാര്യമില്ല. ഭഗവാൻ സ്വസ്വരൂപ ദൃഷ്ടിയിൽ തന്നെയാകുന്നു അത് പറഞ്ഞത്. അത് ആ സ്വസ്വരൂപ ദൃഷ്ടിയിൽ ഒന്ന് ഈശ്വര സ്വരൂപ ദൃഷ്ടിയും വരും, അതേമാതിരി തന്നെ അത് പരമാത്മദൃഷ്ടിയും വരും. അങ്ങനെയുള്ള ഭഗവാന് സ്വമായയാ കൽപ്പിതമായിട്ട് അവിടെ ഒരു ദേഹ രൂപത്തിലും ദേഹാത്മാവായിട്ടും ഒക്കെ പ്രകടമാവാനുള്ള വൈഭവമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇത് പശ്ചിമേ യോഗം ഐശ്വര്യം എന്നുള്ള ഭഗവാന്റെ ആ പറച്ചിലിനകത്തുകൊണ്ട് അത് ഭഗവാന്റെ ഐശ്വര്യ മായയും കൂടെയാവുന്നു. അപ്പോൾ അങ്ങനെ ദൃഷ്ടിയിലാണെന്നുണ്ടെങ്കിലും ഭഗവാൻ ഇത് സാധ്യമാവുന്നു. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ ഈ കൂട്ടത്തിൽ ജീവാത്മദൃഷ്ടിയിൽ കാണരുത്, ബാക്കിയുള്ള ജീവന്മാർ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് കാണാം പരമാത്മദൃഷ്ടിയിലേക്ക് ഭഗവാൻ ഇപ്പോൾ വന്നിട്ടില്ല. കാരണം അത് നാസതോ വിദ്യതേ ഭാവഹ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ അത് വിശദീകരിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് പരമാത്മദൃഷ്ടി എന്തുകൊണ്ട് ഇവിടെ നമുക്ക് ഈ അനേകം ജീവന്മാർക്കെല്ലാം പരമാത്മദൃഷ്ടിയിൽ ഇവർ നിത്യരാണെന്ന് പറഞ്ഞുകൂടാ എന്ന് ചോദിക്കാം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, പരമാത്മാ ഏകസ്വരൂപ, പരബ്രഹ്മം തു ഏകം. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഏകമാണ്. അപ്പൊ അതിനകത്തുനിന്ന് നീയാകുന്ന പരബ്രഹ്മം പണ്ടുണ്ടായിരുന്നു, അവനാകുന്ന പരബ്രഹ്മം പണ്ടുണ്ടായിരുന്നു, നമ്മളെല്ലാ പരബ്രഹ്മങ്ങളും പണ്ടുണ്ടായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. അതേമാതിരി ഇത് നപുംസലിംഗത്തിൽ പരബ്രഹ്മം എന്ന് പറയുന്നത്, പുല്ലിംഗത്തിൽ പരമാത്മാ എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തിനാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ആധ്യാത്മികതയിൽ എന്തെങ്കിലും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വാക്കിന്റെ അർത്ഥം മനസ്സിലാവാതെ നമുക്കൊന്നും മനസ്സിലാവത്തില്ല എന്ന് സാരം. ആധ്യാത്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നിയത് ഇത് മന്ത്രോപദേശവും ജ്ഞാനോപദേശവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. മന്ത്രോപദേശം എന്ന് പറയുന്നത് അത് ഒരു സങ്കല്പം സൃഷ്ടിക്കലാണ്. ഇത് ഈ മാതിരി ഇത് ഈ ഒരു സങ്കല്പമാണ്. ഒരു ഗുരുവിന്റെ മനസ്സിൽ നിന്നൊരു സങ്കല്പം ശിഷ്യന്റെ മനസ്സിലേക്ക് സംക്രമിപ്പിച്ചു. അപ്പൊ ശിഷ്യന്റെ മനസ്സിൽ ആ സങ്കല്പം ദൃഢമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. സന്യാസം പോലും അങ്ങനെ സംക്രമിപ്പിച്ച് സങ്കല്പമാക്കി വെക്കുന്നു. അപ്പൊ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എന്തിന്മേലാണ് സങ്കല്പം? യഥാർത്ഥത്തിന്മേൽ സങ്കല്പം ആവശ്യമില്ല. യഥാർത്ഥത്തിന്റെ അനുകരണമാണ് സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അത് യാഥാർത്ഥ്യമായതിന്റെ അനുകരണമാണ്
ഇവിടെ ഇപ്പോൾ സങ്കല്പമായിട്ട് വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരബ്രഹ്മത്തിനെ സങ്കല്പിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. എന്നാൽ എന്തിനെ സങ്കല്പിച്ചു കഴിഞ്ഞാലാണോ നമുക്ക് അനുകരിക്കാൻ പറ്റുന്നത്, ആ അനുകരണം സാധ്യമല്ലാത്തതായ ഒന്നാണ് പരബ്രഹ്മം. കാരണം പരബ്രഹ്മത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തില് നാമ രൂപ ഗുണ ദോഷ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണം. ഒരു ഗുണവുമില്ലാത്തത് സങ്കല്പത്തിന് വിഷയമല്ല. നിർഗുണമാണ് പരമാത്മ. അപ്പൊ നിർഗുണമായ പരമാത്മാവിനെ സങ്കല്പിക്കുക സാധ്യമല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ ജ്ഞാനോപദേശം സങ്കല്പമല്ല എന്ന് സാരം. ദേവതാസങ്കല്പമാണ് മന്ത്രോപദേശത്തിൽ നിൽക്കുന്നത്. അപ്പൊ ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഗുണമാണ്. അപ്പൊ സഗുണ ദേവതയുടെ സങ്കല്പം നമുക്ക് കൊടുക്കാം. അതേമാതിരി സന്യാസം സങ്കല്പമാണ്. ആശ്രമ സന്യാസം എന്നാണ് ഇതിനെ പറയുന്നത്. ജ്ഞാനസങ്കല്പം, ജ്ഞാനത്തിലുള്ള സന്യാസം എന്ന് പറയുന്നത് സങ്കല്പ സന്യാസമല്ല. ഞാനിതാ ത്യജിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുന്നത് യഥാർത്ഥമായ ത്യാഗത്തിന്റെ പ്രതീകമാണ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ എന്തിനിങ്ങനെ സങ്കല്പിക്കും? സന്യാസ സങ്കല്പം എന്തിനെടുക്കുന്നു എന്നാ? ജ്ഞാനത്തിലൂടെ സങ്കല്പിക്കേണ്ടാത്തതായ വിധത്തിൽ പ്രപഞ്ചത്തിൽ സർവത്തിനെയും ത്യജിക്കുവാനുള്ള സാമർത്ഥ്യത്തിലേക്ക് ഒരുവൻ എത്താൻ വേണ്ടിയിട്ടാണ് സന്യാസ സങ്കല്പം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ജ്ഞാന സന്യാസമെന്നും കർമ്മസന്യാസം എന്നുള്ള ഭേദം കൊടുത്തത്. അപ്പൊ സങ്കല്പിച്ച് സന്യാസം എടുക്കുന്നതാണ് നമ്മൾ ഈ ആശ്രമ സന്യാസം എന്നുള്ള രീതിയിൽ ഉള്ള രീതി. അതേസമയം ജ്ഞാനസങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്താൽ സന്യസിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്, സങ്കല്പത്താൽ സന്യസിക്കപ്പെട്ട വ്യക്തിയല്ല എന്നർത്ഥം. അപ്പോൾ മഹത്വം എന്ന് പറയുന്നത്, ജ്ഞാനസന്യാസത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ജ്ഞാനസന്യാസി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാനാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. അതേസമയം സങ്കല്പത്തിലൂടെ സന്യാസം എഴുതിയിരിക്കുന്ന ആശ്രമ സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധകനാണ് എന്ന് സാരം. അപ്പൊ ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഈ അർത്ഥങ്ങൾക്കൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്ന്? കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആധ്യാത്മികതയ്ക്ക് നമുക്ക് പ്രയോജനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ല പിന്നീട് നമുക്ക് മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിവെച്ചാല് എന്നെന്നും മാറ്റി വെക്കപ്പെട്ടതായിട്ട് മാറും. ഇത്രയും കാലം കഴിഞ്ഞു, ഇത്രയും കാലത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ പറയണം കുറച്ചു നാളും കൂടെ കഴിയട്ടെന്ന്. ബാലസ്താവത് ക്രീഡാസക്ത, തരുണസ്താവത് തരുണീരക്ത, വൃദ്ധസ്താവത്. എല്ലാരും പറയുന്നത് ചിന്താമഗ്നഹ എന്നാണ്. പക്ഷെ ചിന്താമഗ്നഹ എന്നുള്ളത് പണ്ട് കാലത്തായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ടിവിയും മൊബൈലും നോക്കിക്കൊണ്ടിരിക്കില്ല. അങ്ങനെ മഗ്നനായിട്ട് പോകുന്നു എന്നുള്ളത് പരമേ ബ്രഹ്മണി കോപി എന്നല്ല. അപ്പം വിഷയം എന്ന് പറയുന്നത്, ആസക്തി എന്ന് പറയുന്നത് അതിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അല്ലാതെ ആത്മസ്വരൂപ നിർവചനത്തിലേക്കോ ഭഗവത് ഈശ്വരപ്രാപ്തിയുടെ കാര്യത്തിലേക്കോ ചിന്തിക്കത്തക്ക വിധത്തിൽ മനസ്സ് സ്വാഭാവികമായിട്ടും പോകത്തില്ല എന്നതുകൊണ്ടാണ് നമ്മള് അതുകൊണ്ട് ഞാനും ഒരു കാലഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായിക്കോളും എന്ന് നമ്മൾ ഭാവന ചെയ്ത് വെക്കുന്നതല്ലാണ്ട് ഉണ്ടാവത്തില്ല എന്നർത്ഥം. നമുക്ക് ഞാൻ പണക്കാരനാകുമെന്ന് ഭാവന ചെയ്തിരിക്കാൻ നല്ല സുഖമാണ്. അതേമാതിരി ഭാവിയിൽ ഞാനൊരു ജ്ഞാനിയായിട്ട് ഇരിക്കുമെന്നുള്ള രീതിയിൽ സങ്കല്പിക്കാൻ, അതായത് മരിക്കുന്ന സമയത്ത് ഭഗവാൻ വന്ന് എന്നെ വിളിച്ചോണ്ട് പോകുന്നു എന്ന് സങ്കല്പിക്കാനൊക്കെ രസമായിരിക്കും. പക്ഷേ ആ സങ്കല്പമല്ല യാഥാർത്ഥ്യം. ഇവിടെ വെച്ച് നമ്മൾ കാര്യമറിഞ്ഞ് ഭഗവാൻ വന്ന് വിളിച്ചോണ്ട് പോകുന്നത് ഉറപ്പാക്കി വെച്ചാൽ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അർജുന ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഭഗവാന് ഇത്രയേറെ കഷ്ടപ്പെടത്തില്ല അർജുനന് ഇത്രയും മനസ്സിലാക്കിപ്പിക്കാൻ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ വാക്കിന്റെ അർത്ഥത്തിനും അതേമാതിരി ഈ ഓരോ വരികളുടെ അർത്ഥത്തിനും ആശയങ്ങൾക്കും ഒന്നും നമ്മൾ ഒരു നിസ്സാരത കൽപ്പിക്കരുത്. ഇതിനകത്ത് ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നൈവ ന ഭവിഷ്യാമഹ സർവേ വയമതഃ പരം. അതുകൊണ്ട് നൈവ ന ഭവിഷ്യാമഹ, നമ്മളൊന്നും ഇക്കാലത്ത് ഒരു കാലത്തും ഇല്ലാതിരിക്കത്തില്ല എന്നുള്ളതില്ല. സർവേ വയം അതഃ പരം, അതിനാല് എല്ലാവരും ഉണ്ടായിരിക്കുമെന്ന് സാർ. അപ്പൊ ഇതിനകത്ത് നമുക്ക് അതിനാൽ ദുഃഖിക്കേണ്ടതില്ല അർജുന എന്നാണ് പറയുന്നത്. അതിനാൽ നീ ദുഃഖിക്കേണ്ടതില്ല അർജുന. ഇങ്ങനെ നമുക്ക് 2 ശ്ലോകം കൂടെ ഉണ്ട്. അതും പെട്ടെന്ന് തന്നെയാണ്. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്ര നമുഹ്യതി. എപ്രകാരമാണോ അസ്മിൻ ദേഹേ ഈ ദേഹികൾക്ക് അസ്മിൻ ദേഹേ കൗമാരം യൗവനം ജര, ഈ ദേഹത്തിൽ അസ്മിൻ ദേഹ ഈ ദേഹത്തിൽ യഥാ എപ്രകാരമാണോ കൗമാരം എന്ന് പറയുന്ന അവസ്ഥ, യൗവനം എന്ന് പറയുന്ന അവസ്ഥ, ജര എന്ന് പറയുന്നത് അപ്രകാരം തഥാ ദേഹാന്തര പ്രാപ്തി. അപ്പൊ അതിനൊരു ഒഴുക്കായിട്ട് എടുക്കുക. ജനിച്ചു, വളരുന്നു,
ജരയാകുന്നു, വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു, മരിച്ചു. ആ മരണം എന്ന് പറയുന്നത് ജനിക്കാൻ വേണ്ടിയിട്ട് മരിച്ചു എന്നാണ്. അപ്പൊ ആ ദൃഷ്ടി എടുത്തു കഴിഞ്ഞാലോ അവിടെ പിന്നെ ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം ജനിക്കാൻ വേണ്ടിയിട്ട് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്യന്തിക നാശമല്ലല്ലോ. തഥാ ദേഹാന്തരപ്രാപ്തി, അപ്രകാരം പുതിയ ദേഹത്തിലേക്ക് പ്രാപിക്കുന്നു. ധീരസ്തത്ര നമുക്കിത്. അതിനാൽ ധീരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേമാതിരി അന്ധക്കരണത്തിനെ ആത്മാഭിമുഖമാക്കി നിർത്തിയവന് മുഖ്യതി, അവൻ മോഹിക്കുന്നില്ല. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപായിനോ നിത്യാഹ താന്തിക്ഷസ്സു ഭാരത. ഭഗവാൻ ഇനി പറയുകയാണ്, അതിന് ഈ വിഷയ ഇന്ദ്രിയ സംയോഗത്താൽ ഉണ്ടാകുന്ന ഈ വൃത്തിവിശേഷങ്ങളെ നീ സഹിക്കണം. എന്തിന്? അത് പിന്നെ പറയും. മാത്രാസ്പർശാസ്തു കൗന്ദേയ, മാത്രാഹ ഇന്ദ്രിയങ്ങളും സ്പർശാഹ വിഷയങ്ങളും. ഈ മാത്രകളും സ്പർശങ്ങളും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത, അതിന്റെ ഒരു തുടക്കമായിട്ട് ഭഗവാൻ പറയും. ശീത ഉഷ്ണ സുഖദുഃഖങ്ങൾ നൽകുന്നതാണ് വിഷയ ഇന്ദ്രിയ സംയോഗങ്ങൾ എന്ന രണ്ടാമത്തെ അർത്ഥം. വിഷയങ്ങളും ഇന്ദ്രിയങ്ങളുടെയും സംയോഗത്തിലാണല്ലോ ഇവയെല്ലാം ഉണ്ടാകുന്നത്. അതാണ് അതിന്റെ അർത്ഥം. ആഗമാപായിനഹ, വരുന്നു, അപായിനഹ പോകുന്നു. ആഗമഹ വരുന്നു, അപായിനഹ പോകുന്നു. അനിത്യാഹ, അവ അനിത്യങ്ങളാകുന്നു. താൻ തിതിക്ഷസ്വ ഭാരത, അവയെ നീ സഹിക്കുക ഭാരത അർജുന എന്നർത്ഥം. അവിടെ ഭഗവാൻ പ്രയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഭാരത എന്നുള്ളത്. അപ്പൊ ഈ ഭാരത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു പ്രശസ്തമായ വാക്കാണ്. അതായത് ഭരതകുലത്തിൽ ജനിച്ചവനെ എന്നർത്ഥം. ഭരതകുലത്തിൽ ജനിച്ചവനെ ഭാരത. ആ ഭരതന്റെ ശബ്ദത്തിൽ, ആ ഭരതന്റെ വാക്കിൽ നിന്നാണ് നമ്മുടെ ഭാരതം എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായത്. അപ്പൊ നമുക്കിവിടെ നിർത്താം. അല്ലയോ ഭായിൽ, ഭ എന്ന് പറഞ്ഞാൽ പ്രകാശം, ജ്ഞാനം, അല്ലെങ്കിൽ അല്ലയോ ജ്ഞാനത്തിൽ രമിക്കുന്നവനെ, ജ്ഞാനം കിട്ടിയവനെ എന്നർത്ഥം ഭാരത എന്നർത്ഥം. ആത്മജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് ഭരതൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാരത എന്നുള്ള വിശേഷത്തില് ഭരതന്റെ വംശത്തിൽ പിറന്നവൻ എന്ന് പറഞ്ഞാല് ഇവിടെ ജ്ഞാനമുള്ളവൻ എന്നർത്ഥം. അപ്പൊ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കണം, ഭാരതത്തിൽ പിറന്നു കഴിഞ്ഞാല് ഈ ഭരത വംശത്തിൽ പിറന്നവനാകുന്നു. അതുകൊണ്ട് ഓരോ ഭാരതീയനും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്മജ്ഞാനിയായിട്ട് തന്നെയാണ് അവരുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഒരു ദേശമുണ്ടെങ്കിൽ ഏറ്റവും മഹത്തായിട്ടുള്ളത് ഭാരതമാകുന്നു. ഭാരതത്തിന്റെ ഈ മഹിമയ്ക്ക് കാരണം ഇവിടെ ജനിച്ചാൽ തന്നെ ആത്മജ്ഞാനം ലഭിക്കുന്നു. കാരണം ആത്മജ്ഞാനം അത്രയ്ക്ക് സമൃദ്ധമായ ഒരു ദേശം. സമൃദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മജ്ഞാനം നമ്മൾക്ക് ഏത് പാട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും, വെറുതെ ഒരു സിനിമാ പാട്ടെടുത്ത് നോക്കിപ്പോലും അതിനകത്താണ് ആത്മജ്ഞാനമുണ്ട്. ആത്മജ്ഞാനം ഇല്ലാത്തതായിട്ടുള്ള ഒന്നുമില്ല എന്നർത്ഥം. സകലയിടത്തും ആത്മജ്ഞാനമുണ്ട്, അത്രയ്ക്കുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ചെവികള് അടയ്ക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ കണ്ണുകൾ അടയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മനസ്സ് ആ വിഷയത്തിൽ, ആ രീതിയിലേക്ക്, വിഷയമല്ല ആത്മജ്ഞാനത്തിലേക്ക് പോകാത്തത് കൊണ്ട് നമ്മൾ അറിയാതെ പോയിരിക്കുന്നു. അത് ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, സംയമനം വേണം. ഇന്ദ്രിയ വിഷയ സംയോഗത്തില് ദുഃഖവൃത്തിയിലൂടെ പോകാത്ത തരത്തില് മനസ്സിനെ പിടിച്ചു നിർത്തൂ. എന്നിട്ട് സംയമനത്തോടു കൂടിയിട്ട് ആത്മപ്രജ്ഞ നേടുവാൻ വേണ്ട തരത്തില് നീ പരിശ്രമിക്കൂ. ഓക്കെ, ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.